ഇപ്പം ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഒരാളെ കാട്ടുപന്നി അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. വീട്ടിൽ അമ്മയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അമ്മ മെഡിക്കൽ കോളേജിൽ ആയിരുന്നു. അപ്പോൾ പക്ഷേ അതുകൊണ്ട് എനിക്ക് അതിനോട് വെറുപ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് വെറുപ്പുണ്ടാവുക എന്നുള്ള ബോധമല്ല എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളത്. അതിനൊരു കാരണമുണ്ടല്ലോ. ആനകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരു 10 ലാൻഡ്സ്കേപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്സ്കേപ്പുകൾ ഒന്ന് ബ്രഹ്മഗിരി നീലഗിരി ഈസ്റ്റേൺ ഗാർഡ്സ് എലിഫന്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ലാൻഡ്സ്കേപ്പാണ്. അതിൻ്റെ ഭാഗമാണ് വയനാട്. ഈ ലാൻഡ്സ്കേപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാൻഡ്സ്കേപ്പിലാണ് ലോകത്ത് ഏറ്റവും അധികം ഏഷ്യൻ ആനകളുള്ളത്. പിന്നെ വയനാട്ടിൻ്റെ കാടുകളിൽ വയനാട് കിഴക്കുള്ള കാടുകളിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് കണക്റ്റഡ് ആണ് എന്നുള്ളതുകൊണ്ട് വേനൽക്കാലങ്ങളിൽ ആനകളുടെ എണ്ണം കൂടുന്നു പറഞ്ഞല്ലോ. പക്ഷെ അപ്പോൾ വയനാട്ടിൽ കോൺഫ്ലിക്റ്റ് വളരെ കുറവാണ്. ഏറ്റവും കുറവുള്ളത് വയനാട്ടിലെ കാടുകളിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സമയത്താണ്. ഈ ആണാനകൾക്ക് കുട്ടികളെ നോക്കുന്നതിനകത്ത് ഒരു റോളും ഇല്ല. അത്തരത്തിൽ ഒരു റോൾ എടുക്കില്ല. പിന്നെ അതിലേക്ക് വരുന്നത് അപ്പോൾ അവരുടെ സ്വഭാവവും കോൺഫ്ലിക്റ്റ് തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ആണാനകളുടെ കൊമ്പനാനകളാണ് കൂടുതൽ കോൺഫ്ലിക്റ്റ് ഇടപെടുന്നത്. വളരെ അപൂർവമായിട്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമാണ് പെണ്ണാനകൾ കോൺഫ്ലിക്റ്റ് ഇടപെടുന്നത്. അതിന് ഒരു റീസൺ ഇതാണ് എന്നുള്ളതാണ്. ഒന്ന്, ഇത് സെക്ച്വലി ഡൈമോർഫിക് ആണ്. പിന്നെ പോളിഗ്യാമസ് ആണ് അവരുടെ മീറ്റിംഗ് സിസ്റ്റം. അതേ ഒബ്സർവേഷനാണ് വയനാട്, അതുപോലത്തെ ഒരു കാര്യമാണ് വയനാട്ടിൽ സംഭവിക്കുന്നത്. നമ്മളെപ്പോലെ തന്നെ മനുഷ്യനെ പോലെ തന്നെ അവർക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അവരുടെ തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ ചിലർ കുറേ കൂടെ ബോൾഡ് ആയിരിക്കും. ചില ആനകൾ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ മറികടന്നിട്ട് വന്ന് കഴിക്കാൻ പറ്റും. ചില ആനകൾ ഇപ്പോൾ ആളുകൾ ഒരു തരത്തിലും ആക്രമിക്കാത്ത ആനകളുണ്ട്. ഇപ്പൊ സംഭവിക്കുന്നത് എൻ്റെ മനസ്സിലാക്കലിൽ വെച്ചിട്ട് പറയാണ്, നമുക്ക് ആനകളെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആർക്കും അറിയില്ല. അതായത് പലപ്പോഴും നമ്മൾ പറയാ ഈ പറഞ്ഞ പോലെ ചെറിയ കാലത്ത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, അതിനെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത്. ദീർഘകാലമായിട്ട് വയനാടിൻ്റെ കാട് വളരെ മോശം ആയിക്കൊണ്ടിരിക്കുക. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അധിനിവേശ സസ്യങ്ങളുടെ വ്യാപനം. ഏറ്റവും കൂടുതൽ കാട്ടുതീ ഉണ്ടാകുന്ന സ്ഥലങ്ങളൊന്നും വയനാട് ജില്ലയാണ്. അത് പിന്നെ ഇലപൊഴിയുന്ന കാടുകൾ മാത്രമല്ല, അത് പുൽമേടുകൾ കത്തുന്നുണ്ട്. അതല്ലാതെ നിത്യഹരിത വനങ്ങൾ വരെ കത്താറുണ്ട്. ഷോലക്കാടുകൾ വരെ കത്തിപ്പോറുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ മുമ്പെന്നത്തേക്കാളും അധികം അതിൻ്റെ ഒരു എണ്ണത്തിൽ വർദ്ധിച്ചിരിക്കുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെൻഷൻ, പൊളിറ്റിക്കൽ ടെൻഷനും മനുഷ്യരുമായിട്ടുള്ള ബന്ധപ്പെട്ട ടെൻഷനും എല്ലാം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ എന്നുള്ളത്. ഈ വയനാടിൻ്റെ പ്രത്യേക സാഹചര്യം, ഈ കഴിഞ്ഞൊരു മാസം തന്നെ 5 പേരോളം മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ വയനാടിൻ്റെ പാരിസ്ഥിതിക ചരിത്രവും ആനയും എന്ന വിഷയത്തിൽ ആഴത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള അനൂപ് NR ഈ വിഷയത്തിൽ കൂടുതൽ ആധികാരികമായി സംസാരിക്കാൻ നമ്മോടൊപ്പം ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വായനകൾ നടത്തുന്ന സമയത്ത് ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഹ്യൂമൻ ആനിമൽ ഇൻട്രാക്ഷൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ചും കൂടി കടന്ന് ഹ്യൂമൻ ആനിമൽ കോ എക്സിസ്റ്റൻസിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ള, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരിക്കും? മുൻപ് ആളുകൾ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളെ അല്ലെങ്കിൽ ആളുകളും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നങ്ങളെ ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. അപ്പോൾ പിന്നീടുള്ള ഗവേഷകർ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് പലതരത്തിലുള്ള ചില മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള ഇടപെടലുകൾ കോൺഫ്ലിക്റ്റ് മാത്രമല്ല, അതിന് പോസിറ്റീവായിട്ടുള്ള ബന്ധങ്ങളുണ്ട് അല്ലെങ്കിൽ റിലേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാ ഈ മനുഷ്യനും ഒരു വന്യജീവിയും തമ്മിലുള്ള ഇൻട്രാക്ഷനെ എല്ലാം നമുക്ക് ഒരിക്കലും കോൺഫ്ലിക്റ്റ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റില്ല. പിന്നെ അതിനെ വിമർശിക്കുന്ന ശാസ്ത്രകാരന്മാരുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ ഒരു ടേം മാറ്റി എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ മനുഷ്യനും ആനയും തമ്മിൽ സംഘർഷത്തിലാണ്, വലിയ ഭീകരമായിട്ടുള്ള പ്രശ്നത്തിലാണ് എന്ന് കരുതുക. അപ്പം അതിനെ ഹ്യൂമൻ എലിഫന്റ് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് പ്രശ്നമില്ലാതാവുന്നില്ല, ഗ്രൗണ്ടിൽ ഇല്ലാതാവുന്നില്ല എന്ന് പറയുന്ന ശാസ്ത്രകാരന്മാർ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം എത്ര കോംപ്ലക്സ് ആണോ അതുപോലെ തന്നെ കോംപ്ലക്സ് ആണ് ഈ ടേംസും ആണ്. പക്ഷേ നമ്മൾ ഭാവിയിൽ എത്തേണ്ടത് എവിടെയാണെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോ എക്സിസ്റ്റൻസ് എന്നുള്ള തരത്തിലാണ് ഭാവിയിൽ നമ്മൾ എത്തി നിൽക്കേണ്ടത്. അതല്ലാതെ മനുഷ്യനും വന്യജീവികളും വേറെയാണെന്നും മാറി നിൽക്കേണ്ടതുണ്ടെന്നും പ്രശ്നം ഉണ്ടാക്കുന്ന വന്യജീവികളെ കൊന്നുകളയുക എന്നുള്ള ആശയത്തിൽ നിന്ന് നമുക്ക് ദീർഘകാലം മുൻപോട്ട് പോകാൻ പറ്റില്ല. മനുഷ്യന് മാത്രമായിട്ട് മുൻപോട്ട് പോകാൻ പറ്റുന്ന ഒരു ലോകമല്ലല്ലോ. അപ്പം അതുകൊണ്ട് അതിലാണ് നമ്മൾ ആത്യന്തികമായിട്ട് എത്തി നിൽക്കേണ്ടത്. വെറുപ്പിനപ്പുറത്ത് മനുഷ്യൻ്റെ സമൂഹം എന്നുള്ള ചിന്തയിൽ മറ്റു ജീവികളെല്ലാം ചേരുന്ന ഒരു പൊതുസമൂഹമായിട്ട് ആ ഒരു അവസ്ഥയിലെ മനുഷ്യന്റെ നിലനിൽപ്പും സാധ്യമാവുന്നുള്ളൂ.
അതാണ് അതിനെക്കുറിച്ച്. ഓക്കെ. ഈ വയനാടിന്റെ പാരിസ്ഥിതിക ചരിത്രവും ആനയും എന്നുള്ളതാണ് നിങ്ങളുടെ ഗവേഷണ വിഷയം. എന്തുകൊണ്ടാണ് നിങ്ങൾ വയനാട്ടുകാരനാണ്, അതെ ഞാൻ വയനാടാണ്. എന്തുകൊണ്ടാണ് പർട്ടിക്കുലർലി ഈ വിഷയം പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ വയനാട്ടിൽ തന്നെ ജനിച്ചു വളർന്നിട്ടുള്ള ആളാണ്. എന്നാൽ വയനാട്ടിലെ കുടിയേറി വന്നിട്ടുള്ള ആളുമാണ്. എൻ്റെ തൊട്ട് എവിടെ നിന്നാണ്? പാലക്കാടാണ്. അച്ഛൻ പാലക്കാട്, അമ്മ കോട്ടയത്തു നിന്നാണ്. അപ്പം അങ്ങനെ കുടിയേറി വന്നിട്ട് പിന്നെ വയനാട്ടിലെ തന്നെ ഏറ്റവും കൂടുതൽ ഇത് കുറെ നിങ്ങളുടെ മുൻ തലമുറയാണോ വന്നത് അതോ? എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ അവർ വയനാട്ടിലേക്ക് കടന്നു വന്നിട്ടല്ല. അതിൽ തന്നെ അവർ കടന്നു വന്നിട്ട് അവർ വയനാട്ടിൽ ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശേരി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. തൃശ്ശേരി തിരുനെല്ലി പഞ്ചായത്തിൻ്റെ ഭാഗമാണ്. അത് ഈ പറഞ്ഞ പോലെ ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിടുന്ന ഈ മനുഷ്യ വന്യജീവി സംഘർഷം നേരിടുന്നു എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ കുട്ടിക്കാലം മുതലേ ഇത് കണ്ടു വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പറമ്പിൽ ആന വരുമായിരുന്നു, ഇപ്പോൾ വരാറില്ല, കുറവാണ്. പന്നിയും മാനും എല്ലാ കുരങ്ങും ഒക്കെ പറമ്പിൽ വന്നുകൊണ്ടിരുന്നു. ചെറുപ്പകാലം മുതൽ ഇത് കാണുന്നുണ്ട്. കുറേ ഭൂമിയിലെ ആളല്ല, പക്ഷെ കുറച്ച് അത്യാവശ്യം കാപ്പിത്തോട്ടവും ഒക്കെയുള്ള ഒരു നെൽകൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ചുറ്റുപാട് എന്ന് പറയുന്നത് കാടും നിറയെ കിളികളും വന്യജീവികളൊക്കെ ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ അതിന് മൈക്രോ പൊളിറ്റിക്സ് എന്ന് വിളിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അധികം ഈ മീഡിയയിൽ നിന്ന് മുൻപ് വരാതെ പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ഡോക്ടർ സതീഷ് ചന്ദ്രൻ നായർ, അവരുടെ ഭാര്യയായിട്ടുള്ള ശാന്തി, ഇതുപോലുള്ള ആളുകൾ കേരളത്തിൽ ഇപ്പോൾ വയനാട്ടിലാണെങ്കിലും കേരളത്തിലുടനീളമുള്ള കാടിനോട് ചേർന്ന് ആളുകൾ ജീവിക്കുന്ന ഇടങ്ങളിലെല്ലാം ഇടപെട്ടിട്ട് അവിടെയുള്ള ആളുകളിലുള്ളിൽ ഒരു പൊതുബോധം മാറ്റാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കുറേ കാലമായിട്ട്. എനിക്ക് അവരോട് നേരിട്ട് ബന്ധമുള്ള ആളല്ലായിരുന്നു, കുറേ കാലമായിട്ട് ഇല്ല. പക്ഷെ അവർ ട്രെയിൻ ചെയ്തിട്ടുള്ള കുറേ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട് വയനാട്ടിൽ. ഇപ്പം മാനന്തവാടിയിലെ പഴശ്ശി ഗ്രന്ഥാലയം ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഗ്രീൻ ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഗ്രന്ഥാലയം ശരിക്കും ഒരു വയനാട് ജില്ലയുടെ സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുക ചിലപ്പോൾ മാനന്തവാടി ആയിരിക്കും. ക്യാപിറ്റൽ കൽപ്പറ്റ ആണെങ്കിലും സാംസ്കാരിക കേന്ദ്രം മാനന്തവാടി ആയിരിക്കും. അതിൽ തന്നെ പഴശ്ശി ഗ്രന്ഥാലയം ആണ് അതിൻ്റെ സെൻറ്റർ. അപ്പോൾ അവിടെയുള്ള കുറച്ച് ആളുകൾ സ്വാഭാവികമായിട്ടും കുട്ടിക്കാലത്ത് നമ്മളവിടെ വായിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ പോയി എത്തുന്ന സമയത്ത് നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേവലം അതിനെ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതിനപ്പുറത്ത് പാരിസ്ഥിതിക അവബോധം, തീർച്ചയായിട്ടും പാരിസ്ഥിതിക വിദ്യാഭ്യാസം, അതാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യം പാരിസ്ഥിതിക അവബോധമാണ്. അത് കൃത്യമായിട്ടുള്ള അവബോധം. അപ്പം എനിക്ക് ഈ ആശയങ്ങളൊക്കെ രൂപപ്പെടുന്നത് അങ്ങനെയൊക്കെയാണ്. ചെറുതായിരിക്കുന്ന സമയത്ത് കാട്ടിൽ പോവുകയും കാട് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇത് പഠിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാനുള്ള കാരണം. മാത്രമല്ല, ഇപ്പം ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് വീട്ടിൽ ഒരാളെ കാട്ടുപന്നി അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. വീട്ടിൽ അമ്മയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അമ്മ മെഡിക്കൽ കോളേജിൽ ആയിരുന്നു. അപ്പോൾ പക്ഷേ അതുകൊണ്ട് എനിക്ക് അതിനോട് വെറുപ്പുണ്ടായിട്ടില്ല. അതുകൊണ്ട് വെറുപ്പുണ്ടാവുക എന്നുള്ള ബോധമല്ല എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ കാരണമുണ്ടല്ലോ. ഇപ്പോൾ അത് പന്നി ചെയ്തത് നല്ലതെന്നോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ല. അതിനൊരു കാരണമുണ്ട്. അപ്പോൾ മാത്രമല്ല, വയനാട് എന്നുള്ളതിന് മാത്രമല്ല, ലോകത്ത് മുഴുവൻ ഉള്ള ആളുകളോ ആവാസ വ്യവസ്ഥയോ ജീവനോ ഒക്കെ നിലനിൽക്കണമെങ്കിൽ കാട് വളരെ പ്രധാനപ്പെട്ടാണെന്ന് കാട്ടിലേക്കുള്ള യാത്രകളിൽ നിരന്തരമായ യാത്രകൾ ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നഗരങ്ങളിൽ മാനന്തവാടിയിൽ നിന്നോ കൽപ്പറ്റയിൽ നിന്നൊക്കെ പോകുന്ന സമയങ്ങളിൽ എവിടെയും നാട്ടുമ്പുറങ്ങളിൽ നിന്നോ ഒരു ടൗണിൽ നിന്നോ എവിടെ നിന്നും ഒരു സ്ട്രീമും ഉത്ഭവിക്കുന്ന കണ്ടിട്ടില്ല. എല്ലാം കാട്ടിൽ നിന്നാണ് ഉണ്ടായി വരണേ. അപ്പോൾ ജീവൻ്റെ വൈവിധ്യമാണെങ്കിലും നാട് വിട്ടിട്ട് കാട്ടിലേക്ക് കയറുമ്പോൾ അതിങ്ങനെ നിറഞ്ഞു വരും. അപ്പോൾ ആ ഒരു പൂർണ്ണതയുണ്ടല്ലോ, അതിസങ്കീർണമായിട്ടുള്ള ഒരു കാട് എന്ന് പറയുന്ന സിസ്റ്റം, പരസ്പരം ജീവജാലങ്ങളിൽ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ അതെന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് താഴ്വാരങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാം ഈ മലയും ഈ കാടും ഒന്നും ഇല്ലെങ്കിൽ താഴ്വാരത്ത് ചതുപ്പുകളില്ല, അത്തരത്തിലൊരു ബോധ്യം ഉണ്ടല്ലോ. അപ്പോൾ അത് നിലനിൽക്കേണ്ടതാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു അതിന് പുറത്താണ്. അപ്പോൾ അതിൽ ആ ലാൻഡ്സ്കേപ്പിനെ മനസ്സിലാക്കാനും പിന്നെ ആളുകളെ മനസ്സിലാക്കാനും ഒക്കെ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയുന്ന ആന തന്നെയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട് ഒരു ഐസൊലേറ്റഡ് ലാൻഡ്സ്കേപ്പ് അല്ലല്ലോ, ഒരു വലിയൊരു ലാൻഡ്സ്കേപ്പിന്റെ ഭാഗം മാത്രം. ഇപ്പോൾ ആനകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരു 10 ലാൻഡ്സ്കേപ്പുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ്സ്കേപ്പുകൾ ഒന്ന് ബ്രഹ്മഗിരി നീലഗിരി ഈസ്റ്റേൺ ഗാർഡ്സ് എലിഫന്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ലാൻഡ്സ്കേപ്പാണ്. അതിൻ്റെ ഭാഗമാണ് വയനാട്. ഈ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലാൻഡ്സ്കേപ്പിലാണ് ലോകത്ത് ഏറ്റവും അധികം ഏഷ്യനാനകളുള്ളത്. ഏകദേശം 8000 ഏഷ്യനാനകൾ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ നമുക്ക് അതിൻ്റെ കൃത്യമായ കണക്കുകളില്ല. ഏകദേശം ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്സാണിത്, കൃത്യമായി നമ്പർ പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രഹ്മഗിരി മലനിരകൾ തുടങ്ങിയിട്ട് പൂർവ്വഘട്ടം വരെ ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ലാൻഡ്സ്കേപ്പാണ്.
അപ്പോൾ അതിൽ വയനാട് പീഠഭൂമിയുണ്ട്, മൈസൂർ പീഠഭൂമിയുണ്ട്, പിന്നെ കുറച്ചുകൂടെ കിഴക്കോട്ട് വേണമെങ്കിൽ സിഗൂരുണ്ട്. അപ്പം അങ്ങനെ പുറവട്ടം വരെ കിടക്കുന്നുണ്ട്. അപ്പോൾ കിഴക്കോട്ട് പോകുന്നതോറും ഈ ലാൻഡ്സ്കേപ്പ് ഡ്രയർ ആയി വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ പ്രധാന മലനിരകളെല്ലാം അതിൻ്റെ പടിഞ്ഞാറ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മഴയെല്ലാം അവിടെ പെയ്ത് തീർന്ന് കിഴക്കോട്ട് പോകുന്നതോറും അത് മഴനില പ്രദേശങ്ങൾ ഡ്രയർ ആയി വരും. അപ്പോൾ വയനാട് പക്ഷേ ഇതിനകത്ത് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു ഏരിയ, ജോഗ്രഫിക്കലിയും ക്ലൈമറ്റും വൈസും. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇത് യുണീക്ക് ആവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വയനാട്ടിലെ ജോഗ്രഫി നമ്മളൊരു ചെറിയ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് വയനാട് കാണുകയാണെങ്കിൽ നോക്കാൻ പറ്റും. ഇപ്പോൾ ചെമ്പലയിൽ കയറിയിട്ട് അതിൻ്റെ പടിഞ്ഞാറേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ചെറിയ കുന്നുകളാണ്, വട്ടത്തിലുള്ള ചെറിയ കുന്നുകൾ. അതിനിടയിൽ ചെറിയ ചതുപ്പുകൾ, വിശാലമായ ചതുപ്പുകളാണ്. അതിനിടയിൽ നിറയെ സ്ട്രീമുകൾ ഒഴുകുന്നുണ്ട്. അതെല്ലാം മിയാൻഡേഴ്സ് എന്ന് പറയാം. അപ്പോൾ വയനാട് ഒരു ചെറിയ കിഴക്കോട്ട് ചെറുതായിട്ട് ചെരുവുള്ളൊരു പീഠഭൂമിയാണ്. അപ്പോൾ അത് പ്രധാനമായിട്ടും ട്രെയിൻ ചെയ്യുന്നത് കബനി എന്ന് പറയുന്ന പുഴയാണ്, അറിയാലോ. അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് കിഴക്കോട്ടുള്ള കാടുകളെല്ലാം ഇപ്പോൾ ഡ്രൈ ആയി പോകുമെന്ന് വെച്ചോ. നല്ല വേനൽക്കാലത്ത് വരണ്ടു പോകുന്ന സമയത്ത് ആനകൾ സ്വാഭാവികമായിട്ടും കുറേ ഫോറേജും വെള്ളമൊക്കെ വേണ്ട ആനകൾ സ്വാഭാവികമായിട്ടും വന്നെത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ വയനാട് പീഠഭൂമിയായിരിക്കും. അത് എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിച്ച് അവിടെ എത്തും തീർച്ചയായിട്ടും. ഈ ലാൻഡ്സ്കേപ്പിൻ്റെ കോൺടെക്സ്റ്റാണ് ഞാൻ പറയുന്നത്. മാത്രമല്ല വയനാട്ടിൽ മാത്രം നിൽക്കണമെന്നില്ല, അത് അതിൻ്റെ പടിഞ്ഞാറേക്കും വടക്കോട്ടും ഒക്കെ തുടർന്നു പോകും യാത്രകൾ. എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വയനാടിൻ്റെ കോൺടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ് നടത്ത സ്റ്റഡി എൻ്റെ PhD പഠനത്തിൽ മനസ്സിലായത്, ഇപ്പോൾ 1950 വയനാടിൻ്റെ ഫോറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഒരു 1860 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു. 1980 ആകുമ്പോഴേക്കും അത് കുറഞ്ഞിട്ട് വെറും 860 സ്ക്വയർ കിലോമീറ്ററിലേക്ക് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വയനാടിൻ്റെ ഫോറസ്റ്റിലുള്ള ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുള്ളത് ശരിക്കും സ്വാതന്ത്ര്യത്തിനും ശേഷമാണ്. ബ്രിട്ടീഷുകാർ വന്നിരുന്നെങ്കിൽ കൂടിയും, എന്നാൽ ആനയെ ആളുകൾ പിടിക്കാനും മെരുക്കാനും ഉപയോഗിക്കാൻ തുടങ്ങിയത് ബ്രിട്ടീഷുകാർക്ക് മുൻപാണ്. ഇപ്പോൾ കോട്ടയം രാജാക്കന്മാർ വയനാട്ടിലേക്ക് വരികയും അവിടുത്തെ വിഭവങ്ങളെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മരം കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷമാണെങ്കിൽ ഹൈദരലി വന്നിട്ടുണ്ട്, അയാളുടെ മകനായിട്ടുള്ള ടിപ്പു സുൽത്താൻ വന്നിട്ടുണ്ട് മൈസൂറിൽ നിന്ന്. അപ്പോൾ ഇവരെല്ലാം ആനകളെ പിടിക്കുകയും അവിടെ നിന്ന് വനവിഭവങ്ങളെ കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ മൈസൂർ കിങ്സിനെ സംബന്ധിച്ച് മലബാർ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വയനാട്ടിലൂടെ ഒരു റോഡ് നെറ്റ്വർക്കിൽ ഉണ്ടാക്കിയിട്ടാണ് അവിടെ ആർട്ടിലറീസും ഒക്കെ കൊണ്ടുപോയിട്ടുള്ളത്. ഒപ്പം തന്നെ അവർ വയനാട്ടിലുള്ള തേക്കും ഒക്കെ കൊണ്ടുപോയിട്ട് വിൽക്കുകയും ഒപ്പം തന്നെ ഷിപ്സ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആനകൾ ഉപയോഗിച്ചിട്ട് ആ കാലഘട്ടങ്ങളിൽ, ബ്രിട്ടീഷ് കാലഘട്ടത്തിലും അതിനു മുൻപും അവരുടെ തന്നെ ഹാബിറ്റാറ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതല്ലാതെ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഒന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട് നിറയെ ചതുപ്പ് നിലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വയനാട്ടിൽ മലേറിയ വളരെ പ്രിവലൻ്റ് ആയിരുന്നു, ചതുപ്പ് നിലങ്ങളാണെന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടീഷേഴ്സിന് വന്നിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അത്തരത്തിൽ പ്രശ്നമുണ്ട്. പക്ഷേ ആനകളും അവിടുത്തെ തനതായിട്ടുള്ള മനുഷ്യർ, അവർ ഇതിന് റെസിലിയൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ആളുകളെയും, ഇവരുടെ ലേബർ എന്ന് പറഞ്ഞാൽ ചീപ്പ് ലേബറുമാണ്, പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ആ ലാൻഡ്സ്കേപ്പിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഉപയോഗിച്ചിട്ടാണ് ആ ലാൻഡ്സ്കേപ്പിനെ തന്നെ ചൂഷണം ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ട് ആനയുടെ ഹാബിറ്റാനെ ഇല്ലാതാക്കാൻ വേണ്ടി ആനയെ തന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചരിത്രമുണ്ട് ആ ലാൻഡ്സ്കേപ്പിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടുള്ള സ്പീഷീസ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആനയുമാണ്, അവിടുത്തെ ആദിവാസി കാടുമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുൻപ് അപ്പോഴും കാടിന്റെ വിസ്തൃതി അങ്ങനെ തന്നെ തുടർന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല ആനകൾക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ വയനാടിൻ്റെ കിഴക്കൻ ഭാഗങ്ങളെല്ലാം മൈസൂർ പീഠഭൂമി, കുറച്ചും കൂടെ വരേണ്ട മൈസൂർ പീഠഭൂമി. ഇപ്പോൾ അതിന് കുറച്ചും കൂടെ സൗത്തിലേക്കാണെങ്കിൽ നമ്മൾ സിഗൂർ പീഠഭൂമി, പിന്നെ മോയാർ വാലി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ, അത് നല്ല ഡ്രയറാണ്. അതിൻ്റെ ഇപ്പോൾ നീലഗിരിയുടെ മസനഗുഡി എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നീലഗിരിയുടെ വടക്കൻ ചെരുവുകള, വടക്ക് കിഴക്ക് ചെരുവുകള. അപ്പോൾ അവിടെ നിന്നൊക്കെ ആനകൾ വന്ന് അങ്ങനെ നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകളിലൂടെയൊക്കെ കയറി അവിടുത്തെ പുൽമേടുകളൊക്കെ ഉപയോഗിച്ച് പിന്നെയും പടിഞ്ഞാറേക്ക് പോയിട്ട് മലബാറിലൊക്കെ പോയി, അല്ലെങ്കിൽ അതിനും വടക്കോട്ടൊക്കെ പോയി പിന്നെയും തിരിച്ച് അവർ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നൊരു റൂട്ടായിരുന്നിരുന്നു അത്. അപ്പോൾ അതാണ് മുഴുവൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുൻപ് തിരുവിതാംകൂർ, കൊച്ചിൻ 2 പ്രിൻസ്ലി സ്റ്റേറ്റ്സും മലബാർ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ് ഫോർമേഷന് ശേഷം ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പോൾ തിരുവിതാംകൂർ എന്നുള്ള ആളുകൾക്ക് അന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ലാർജ് പോപ്പുലേഷൻ തിരുവിതാംകൂറിലുള്ള, മറ്റൊന്ന് ഫെമൈൻ, പട്ടിണിയാണ്. അപ്പോൾ ഇതിനെ സ്റ്റേറ്റിന് അക്കോമഡേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ അവർ ലാർജ് ഏരിയാസ് തുറന്നു കൊടുത്തു, അല്ലെങ്കിൽ ആളുകൾ പോയി ഒക്യുപ്പൈ ചെയ്യുന്നത് പ്രശ്നമില്ല ഇതായി. അപ്പോൾ പോയി ആളുകൾ ഒക്യുപ്പൈ ചെയ്ത സ്ഥലങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ മലബാറിലുള്ള പല സ്ഥലങ്ങളുണ്ട്, കണ്ണൂരോ കോഴിക്കോടോ വയനാട് അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കുടിയേറ്റം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ കുടിയേറിയുള്ള ആളെ ഞാൻ കുറ്റം പറയില്ല, അവർക്കറിയില്ല ഇപ്പോൾ അത് ആനകൾ അത്തരത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്നോ ഒന്നും അറിഞ്ഞുകൊണ്ടല്ലോ ആനകൾ
പാരമ്പര്യമായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന റൂട്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഒന്നുമല്ല ആ സ്ഥലങ്ങളൊന്നും കുടിയേറിയിട്ടുള്ളത്. ആനത്താരകൾ എന്ന് പറയുന്നത് ഇന്ന് പറയുന്ന അതിനകത്തും ഒരു ചെറിയ വിമർശനം എനിക്കുണ്ട്. അതുകൊണ്ട് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ കുടിയേറുന്ന സമയത്ത് കാട് വല്ലാതെ ചുരുങ്ങിയിട്ട് വയനാട് ജില്ലയുടെ ബൗണ്ടറികളിൽ അരികുകളിൽ മാത്രം കാട് ഒതുക്കപ്പെട്ടു. അതിൻ്റെ സെൻട്രൽ ഏരിയ, അത് മുൻപ് ആനകൾ എക്സ്റ്റെൻസീവായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ ചതുപ്പ് നിലങ്ങളില്ലേ, അവിടെയാണ് അതെല്ലാം കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ട് കൃഷിഭൂമിയായിട്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റാതായി. പിന്നെ ഇപ്പം ആനകളുള്ളതെല്ലാം മോസ്റ്റ്ലി ഈ കാടിനകത്ത് റെസ്ട്രിക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ പടിഞ്ഞാറ് തുണ്ട് തുണ്ടായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ കിഴക്കൻ ചെരുവിലുള്ള കാടിൻ്റെ കോണ്ടെക്സ്റ്റും പടിഞ്ഞാറുള്ള വയനാടിൻ്റെ അരികിലുള്ള കാടിൻ്റെ കോണ്ടെക്സ്റ്റും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ പടിഞ്ഞാറൻ അരിക് എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ പ്രധാന മെയിൻ ഫോറസ്റ്റ് റിഡ്ജ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഘാട്ട്സിൻ്റെ റിഡ്ജ് കടന്നു പോകുന്നത് പടിഞ്ഞാറൻ അരികിലൂടെയാണ്. ഇപ്പോൾ ചെമ്പ്രമല തുടങ്ങിയിട്ട് ബ്രഹ്മഗിരി വരെ ഉള്ളൊരു ഇത് കണക്കാക്കൂ. ഇപ്പോൾ ചെമ്പ്രമല, പിന്നെ ബാണാസുരമല, അതൊക്കെയാണ്. അപ്പോൾ അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കടലിനോട് ചേർന്നിട്ടാണ്, ഉയരമുള്ള മലകളാണ്. അതുകൊണ്ട് തന്നെ നിത്യഹരിത വനങ്ങളും പുൽമേടുകളുമാണ് അറിയാം, ശക്തമായിട്ട് മഴ ലഭിക്കുന്ന സ്ഥലങ്ങളാണ്. അത് ആനയെ സംബന്ധിച്ച് ഏറ്റവും ഐഡിയൽ ആയിട്ടൊരു ഹാബിറ്ററ്റ് അല്ല. പിന്നെ നിറയെ ക്ലിഫ്സാണ് ഉള്ളത്, വലിയ ചെങ്കുത്തായിട്ടുള്ള ചെരുവുകളുള്ളത്. അതും നമ്മൾ റോഡ് ഉണ്ടാക്കിയിട്ടും അതല്ലാതെയൊക്കെ ഫ്രാഗ്മെന്റ് ചെയ്ത് പോയിട്ട് കഷ്ണങ്ങളാണ്. എത്ര റോഡുകളാണ് പടിഞ്ഞാറേക്ക് കടന്നു വരുന്നത്, ചുരം എന്ന് പറഞ്ഞിട്ട് ചുരം റോഡുകൾ. അപ്പോൾ അതിനിടയിൽ കുറേ ആനകൾ കുടുങ്ങി കിടപ്പുണ്ട്. അതുകൂടാതെ പിന്നെയുള്ളത് കിഴക്കുള്ള ചെരുവുകളാണ്. അത് നമ്മുടെ ബേഗൂർ റേഞ്ച് എന്നൊക്കെ പറയുന്നത് നോർത്ത് വയനാട് ഡിവിഷൻ്റെ നമ്മുടെ തിരുനെല്ലി ഉണ്ടല്ലോ, തിരുനെല്ലിയൊക്കെ തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ പേര് മുതൽ തുടങ്ങാം, പേര് തുടങ്ങി തിരുനെല്ലി, പിന്നെ തോൽപ്പെട്ടി റേഞ്ച്, വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ തോൽപ്പെട്ടി റേഞ്ച്, പിന്നെ അതിനും കബനി നദിക്ക് വലത് കരയിൽ ചെതലയം എന്ന് പറഞ്ഞ റേഞ്ച് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ സൗത്തിലുള്ളത് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ തന്നെ കുറിച്ചാട്, ബത്തേരി, മുത്തങ്ങ എന്ന് പറയുന്ന റേഞ്ചുകളാണ്. ഇങ്ങനെയാണ് കാട് കിടക്കുന്നത്. ഇപ്പം കിഴക്കുള്ള കാടുകൾ ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത് ഈ കിഴക്കുള്ള ഭാഗത്ത്, വയനാടിൻ്റെ കിഴക്കൻ ഭാഗത്താണ്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാടുകൾ ശരിക്കും ഇപ്പോൾ കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വിശാലമായ കാടുകളുമായിട്ട് കണക്റ്റഡ് ആണ്. മൂന്നിൻ്റെ അതിർത്തി വരുന്നത്. അതെ, അത്തരത്തിൽ കണക്ട് ചെയ്തെടുക്കാം. അതിൽ തന്നെ ഈ ബാക്കി നിൽക്കുന്ന ഈ കിഴക്കുള്ള കാടുകളിൽ നിന്ന് വളരെ യുണീക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ആളുകൾ മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം കാട് വല്ലാതെ മുറിഞ്ഞു പോയെന്നും ബാക്കി കുറച്ച് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഈ കാടുകൾ കുറേ പോയെങ്കിലും അതും യുണീക്കാണ്. അതായത് അതിലും നമുക്കിപ്പോഴും നിറയെ നീർച്ചാലുകളും ചതുപ്പുകളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഈ ബാക്കി നിൽക്കുന്ന കാടുകൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറിയ തുരുത്തുകൾ മാത്രമേ ഉള്ളൂ, പക്ഷെ അത് ആനകളെ സംബന്ധിച്ചും മറ്റ് ജീവജാലങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട കാടാണ്. അത് ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന്. അത് അനിയന്ത്രിതമായിട്ടുള്ള ഇപ്പോൾ കന്നുകാലി മേക്കിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ കാടിനെ ആശ്രയിച്ച് നേരിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥലം വയനാട് ജില്ലയായിരിക്കും. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈ കിഴക്കൻ അതിലുള്ള കാടുകളുടെ അതിരുകൾ എടുക്കുകയാണെങ്കിൽ ഹൈലി ഫ്രാഗ്മെൻറ്റഡ് ആണ്. ഒപ്പം തന്നെ അതിൻ്റെ അരികുകൾ ഹൈലി സിഗ്സാഗ് എന്ന് പറയാം. അതിൻ്റെ ഷേപ്പ് അതിന് ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞ അരികുകളാണുള്ളത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയല്ല, അല്ലെങ്കിൽ വൃത്താകൃതിയിലൊന്നും അല്ല കിടക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നിറയെ ആളുകളാണ്. കാടിനകത്തും എന്തുകൊണ്ട് സംഭവിക്കുന്നത്? അത് മുൻപ് ഇപ്പോൾ ഈ കുടിയേറ്റത്തിൻ്റെ കാലത്ത് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ആളുകൾ എടുത്ത് പോയതിനു ശേഷം ഒഴിവാക്കുക എന്ന് പറയില്ലേ. ഇപ്പോൾ ഈ ഭൂമിയെ മനുഷ്യൻ തരം മാറ്റുന്നതിനെ രണ്ട് തരത്തിൽ പറയും. ഒന്ന് റാൻഡം ആൻഡ് നോൺ റാൻഡം എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഇപ്പോൾ സോയിൽ കണ്ടീഷൻ, അവിടുത്തെ ടെമ്പറേച്ചർ, വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട് ആണല്ലോ നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മളുടേത് അതിന് നോൺ റാൻഡം എന്ന് പറയാം. സിസ്റ്റമാറ്റിക് ആയിട്ട് മനുഷ്യൻ ആ സ്ഥലങ്ങളെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ മുൻപ് ചില ഏരിയാസ് ഒക്കെ പ്രൊട്ടക്റ്റഡ് ആയിരുന്നിരിക്കാം. ഫോറസ്റ്റിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാരനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട്. അത് പിന്നെ അതിന് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതും കുടിയേറാതെ പോയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അതൊക്കെയാണ് അതിൻ്റെ അരികെ അങ്ങനെ തീർത്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു അതിര് തീർത്തിരിക്കുക ഒരു കാലത്ത്, ചെറിയൊരു കാലത്തിനുള്ളിൽ. എന്നിട്ട് പറയാണ് പ്രകൃതിയിലുള്ള ജീവജാലങ്ങളോട്, അതിലുള്ള ഊർജ്ജത്തോട് ഒക്കെ ആ ബൗണ്ടറിക്കുള്ളിൽ നിൽക്കണം എന്ന് നമ്മൾ പറയാണ്. അത് വർക്ക് ചെയ്യില്ല. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളൊന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആനത്താരാന്ന്. അപ്പൊ നമ്മളുടെയൊക്കെ ആലോചിക്കുന്ന സമയത്ത് ആന സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു പോകുന്ന ഒരു വഴി, റോഡിന്റെ ഒരു ആലോചനയില്ല ആനത്താരയും നമ്മൾ കണക്കാക്കുന്നത്. ഒരു വഴി അത് മുറിഞ്ഞു പോകുമ്പോൾ പ്രശ്നമാവുന്നു. അതല്ലല്ലോ ആനത്താര എന്ന് പറയുന്നത്. കുറച്ചും കൂടി വിശാലവും ആഴത്തിലും. ആനത്താരനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? ആനത്താരയെ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് അഗെയിൻ ഇപ്പോൾ റീസെൻ്റ്ലി WTI എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്. അവർ ഇന്ത്യയിലുള്ള ആനത്താരകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആനത്താരകൾ എന്ന് പറഞ്ഞാൽ എലിഫന്റ് കോറിഡോർസ് ഇൻ ഇന്ത്യ പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് പുതിയ ആനത്താരകളൊക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട്.
അത് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ സ്ട്രക്ചറൽ കണക്ടിവിറ്റി. നമ്മൾ ഈ ഫോറസ്റ്റ് കണക്ടിവിറ്റികളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്ട്രക്ചറലാണ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫങ്ഷണലായിരിക്കാം. ഫങ്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ ആണ് നമുക്കതിനെ ഫങ്ഷൻ എന്ന് വിളിക്കാം. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വയനാടിൻ്റെ കോൺടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ സ്റ്റഡിയിൽ നിന്ന് എനിക്ക് മനസ്സിലായുള്ള ഒരു കാര്യം, ഇപ്പോൾ വയനാട്ടിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പലതും സ്ട്രക്ചറൽ കണക്ടിവിറ്റീസാണ്. ഇപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് ഫോറസ്റ്റ് കോറിഡോർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് അത് പിന്നെ മോശം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന മാത്രമല്ലല്ലോ, സസ്യങ്ങളടക്കം. ഇപ്പോൾ ബ്രഹ്മഗിരി, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബ്രഹ്മഗിരിയുടെ വളരെ വിശാലമായിട്ടുള്ള കാടിനെ കണക്ട് ചെയ്തുകൊണ്ട് കിഴക്കുള്ള നീലഗിരി ബയോസ്ഫിയർ റിസർവ് തോൽപ്പെട്ടി റേഞ്ചിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോറസ്റ്റിൻ്റെ ഒരു ചെറിയൊരു കണക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. അതിനാണ് തിരുനെല്ലി എലിഫന്റ് കോറിഡോർ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഇതിന് എലിഫന്റ് കോറിഡോർ എന്ന് പറയുമ്പോൾ പോലും ആനത്താരാന്നാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് എങ്കിലും ആന മാത്രമല്ല, അതിലൂടെ ഇപ്പോൾ ബ്രഹ്മഗിരി വളരെ വ്യത്യസ്തമായിട്ടുള്ള വെജിറ്റേഷൻ കോമ്പോസിഷൻ ഉള്ള സ്ഥലമാണ്, വെജിറ്റേഷൻ കമ്മ്യൂണിറ്റി ഉള്ള സ്ഥലമാണ്. അവിടെ നിന്ന് സസ്യങ്ങൾ കിഴക്കോട്ട് യാത്ര ചെയ്യുന്നുണ്ട്, പിന്നെ മറ്റു ചെറു ജീവികൾ യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ളൊരു ഓർഗാനിസംസിൻ്റെ ഫ്ലോ നടക്കുന്നുണ്ട്. പക്ഷെ ആനത്താര എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മൾ റീതിങ്ക് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യേണ്ടതും പറയേണ്ടതുമായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ഇതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ല ആനത്താര തീരുമാനിക്കേണ്ടത്. ആനകൾ നടന്നിരുന്ന വഴികളായിരുന്നിരിക്കാം ആനത്താരകൾ. ഇപ്പോൾ വയനാടിൻ്റെ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ആനകൾ കടന്നു വന്നിട്ടുണ്ടാവുക, അവർക്ക് സ്പേഷ്യൽ മാപ്പുകളുണ്ട് അവരുടെ ഉള്ളിൽ. ഈ ഓർമ്മ അതിനകത്ത് അങ്ങനെ ആനകളെ പറ്റി, ആനത്താരെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ, അതായത് ജനറ്റിക് ഓർമ്മ ആണോ? അതെങ്ങനെയാണ്? അങ്ങനെയാണോ? എത്ര കാലമുണ്ടോ അതിൻ്റെ? അതിന് അത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ ഇപ്പോൾ ഇത്ര കാലം അത് ഓർത്ത് വയ്ക്കും എന്നുള്ളതല്ല. പക്ഷേ ഇപ്പോൾ ആനകൾ അതിൻ്റെ ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയണോ? സോഷ്യൽ സ്ട്രക്ചർ പറയാം. ആനകൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സാമൂഹിക ജീവിതം എന്നുള്ളത്. അതിൽ നമ്മൾ സാധാരണ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് റോഡരികിൽ ആനക്കൂട്ടങ്ങളെ കാണാറുണ്ടല്ലോ. അതിന് ഫാമിലി യൂണിറ്റ് എന്ന് വിളിക്കാം. അതായത് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള, ജനറ്റിക് റിലേറ്റഡ് അമ്മ, അവരുടെ മക്കളായിട്ടുള്ള അഡൾട്ട് ആയിട്ടുള്ള ഫീമെയിൽസും അവരുടെ ചെറിയ കുട്ടികളും, അത് ഹേർഡാണ് അല്ലെങ്കിൽ ഫാമിലി യൂണിറ്റ് ആണ്. അപ്പോൾ ഇവർ പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ജനറ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് കൂട്ടങ്ങളുമായിട്ട് കൂട്ടുകൂടും. അതിന് നമ്മൾ ബോൺ ഗ്രൂപ്പ് എന്ന് വിളിക്കും. അതിനും മേലെ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിന് ക്ലാൻ എന്ന് പറയാറ്. അതാണ് ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ. പിന്നെ ഇതിനകത്തിന് ഹേർഡിനെ ലീഡ് ചെയ്യുക ഏറ്റവും പ്രായം കൂടിയുള്ള ഫീമെയിലാണ്, മെയിലല്ലോ. അപ്പോൾ ഒരു മാട്രിയാക്കൽ സിസ്റ്റമാണ് ആനകൾക്കുള്ളത്. അപ്പോൾ അതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ പ്രിഡേറ്റേഴ്സ് എന്നുള്ളത് രക്ഷ നേടുക എന്നുള്ളതിന് ഒപ്പം തന്നെ ചെറിയ ആളുകൾ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യും. അപ്പോൾ ആ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച്, അവിടെ എവിടെയൊക്കെയാണ് റിസോഴ്സുകൾ ഉള്ളത്. അപ്പോൾ ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന മാട്രിയാക്കിൻ്റെ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു ഹേർഡിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. പിന്നെ പലതരത്തിൽ അപ്പോൾ പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് മീൻസ് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഏറ്റവും പ്രായമുള്ള, വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിച്ചിട്ടുള്ള ഒരു മാട്രിയാക്കിനാണ് പറ്റുക. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നുള്ള സ്റ്റഡീസ് പറയുന്നത് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാട്രിയാക്കുള്ള ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് ഈ ഡ്രോട്ടിനെ സർവൈവ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സർവൈവൽ കപ്പാസിറ്റി ഒക്കെ ഉള്ളത് അത്തരത്തിലുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾ. പക്ഷേ അതിന് രസകരമായിട്ടുള്ള വേറൊരു കാര്യം, ഇവരുടെ ഇതിനകത്ത് ആനകൾ പോളിഗാമസ് സ്പീഷീസ് ആണല്ലോ. പിന്നെ അതുകൊണ്ട് ഒരു പ്രായമാവുന്ന സമയത്ത് ആണാനകളെ, പ്രായപൂർത്തിയാവുന്ന ഒരു കാലത്ത് ആണാനകളെ അവർ കൂട്ടത്തു നിന്ന് വിടും. പിന്നെ അവർ മോസ്റ്റ്ലി ഒറ്റയ്ക്കാണ് ജീവിക്കുക, അല്ലെങ്കിൽ മറ്റാണാനകളുമായിട്ട് ലോങ് ടേമിലല്ലാത്ത ചില കൂട്ടുണ്ടാവും. ഫ്രിക്ഷൻ അല്ല, കൂട്ടു തന്നെ കൂട്ടുവിടും. കൂട്ടം ആനകളെ പോലെ തന്നെ. അതിനെ ബാച്ചിലർ ഗ്രൂപ്പ്സ് എന്നാണ് വിളിക്കാം. അപ്പോൾ അതും ഇത്തരത്തിലൊരു വലിയ ഗ്രൂപ്പുകളുണ്ടാവും. വലിയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ 12 എണ്ണം വരെ കണ്ടിട്ടുണ്ട്. മെയിൽ മാത്രമല്ല. അത് വലിയ നമ്പറാണ്. സാധാരണ നമ്മൾ കാണാറുള്ള ഒരു 3, 4 ഒക്കെ ഉള്ള കൂട്ടങ്ങളെ കാണാറുണ്ട്. അപ്പോൾ അത് ഏത് പ്രായത്തിലാണ് ഇവരിങ്ങനെ ഒറ്റയ്ക്ക് പോവുക? കൂട്ടത്തിൽ ലീവ് ചെയ്യുക. കൂട്ടത്തിൽ ഇപ്പോൾ ഒരു 7-8 വയസ്സൊക്കെ ആകുമ്പോഴേക്കും കൂട്ടത്തിൽ നിന്ന് വിട്ടുപോകും. എന്നിട്ട് പിന്നെ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഏജിലുള്ള ആളുകളുമായിട്ട് ഗ്രൂപ്പ് ഫോം ചെയ്യും. അവിടെ നിന്ന് ഒരു ലേണിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രായം കൂടിയ ആണാനയിൽ നിന്ന് പ്രായം കുറഞ്ഞിട്ടുള്ള ആണാന കുറേ കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ ഈ അതിൻ്റെ കൂട്ടത്തിലുള്ള പെണ്ണാനകൾ അത് ആ കൂട്ടത്തിൽ തന്നെ തുടരും. ഇപ്പോൾ കുറേ എണ്ണം കൂടിയെന്ന് വിചാരിക്കുക. ഒരു കൂട്ടത്തിലെ ആനകളുടെ എണ്ണം കൂടി വലിയ കൂട്ടമായിട്ട്, അപ്പോൾ റിസോഴ്സ് കുറവാണെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് അതിനൊരു വേറൊരു മാട്രിയാക്ക്, ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരാൾ മാട്രിയാക്കൽ പൊസിഷൻ എടുത്തിട്ട് അതിനെ ലീഡ് ചെയ്യും. പിന്നെ ഇവർ അസോസിയേറ്റ് ചെയ്യും. ഞാൻ നേരെ പറഞ്ഞ പോലെ ബോണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇവർ ഒരു ചില സീസണിൽ അസോസിയേറ്റ് ചെയ്യും. അങ്ങനെ. അപ്പോൾ ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റമാണ്. അപ്പോൾ ഈ ഉണ്ടാവുന്ന കുട്ടികളെ നോക്കുന്നത് ഈ പെണ്ണാനകൾ തന്നെയായിരിക്കും? പെണ്ണാനകൾ തന്നെയാണ്. പെണ്ണാനകൾ അതിന് എലോ മദറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബിഹേവിയർ ഉണ്ട് അവർക്ക്. പ്രസവിച്ച അമ്മ മാത്രമല്ല അതിനെ നോക്കുക, കൂടെയുള്ള മറ്റ് ആനകൾ നോക്കും. അത് അവർക്കൊരു ട്രെയിനിങ് കൂടിയാണ്. അപ്പോൾ
കൃത്യമായിട്ട് അത് നോക്കി അതൊക്കെ ഇനി ഉണ്ടാവാൻ പോകുന്ന കുട്ടികളുടെ സർവൈവലിനും ഒക്കെ അത് ഗുണം ചെയ്യല്ലോ. അപ്പോൾ അങ്ങനെ ഈ ആണാനകൾക്ക് കുട്ടികളെ നോക്കുന്നതിനകത്ത് ഒരു റോളും ഒരു റോളും ഇല്ല അത്തരത്തിൽ ഒരു റോൾ എടുക്കില്ല. പിന്നെ അതിലേക്ക് വരുന്നത് അപ്പോൾ അവരുടെ സ്വഭാവവും കോൺഫ്ലിക്റ്റും തമ്മിൽ ബന്ധമുണ്ട്. അപ്പോൾ ആണാനകളുടെ അപ്പോൾ അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആണാനകൾ ഇങ്ങനെയാണ് ചെയ്യുക. പിന്നെ ആണാനകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിഹേവിയറൽ ഒരു ഇത് എന്ന് പറയുന്നത് മസ്ത് അറിയാലോ, മതപ്പാട് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് ആനകളുടെ ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിഹേവിയറാണ്. അപ്പോൾ ആ സമയത്ത് മസ്തിൽ ആനകൾ വരുന്ന സമയത്ത് ഒരു ബോഡിയിലുള്ള ടെസ്റ്റോസ്റ്ററോൺ കൂടുകയും ഒരു ലാർജർ ലാൻഡ്സ്കേപ്പിൽ ഈസ്ട്രസിലായിട്ടുള്ള ഫീമെയിൽ എലിഫൻസിന് മേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ നടക്കും. വലിയ ഏരിയയിൽ നടക്കും. വലിയ ഏരിയ ഹോം റേഞ്ച് അവരുടെ സാധാരണ ഹോം റേഞ്ചിൽ നിന്ന് മാറി വിട്ടിട്ട് വലിയ ഹോം റേഞ്ച് വലിയ ഏരിയയിൽ നടക്കും. ഓക്കെ, ഈ കൂട്ടങ്ങളെ തേടിയാണ് നടക്കുന്നത്. കൂട്ടങ്ങളെ തേടിയിട്ട് പല കൂട്ടങ്ങളെ തേടിയിട്ട് പോകും. ഒന്നത്. അപ്പോൾ അതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 11-12 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ മതപ്പാടിൽ വരും ആനകൾ, കൊമ്പനാനകൾ. പക്ഷേ അത് ഒരു 3-4 ദിവസം നീണ്ടുകൊള്ളൂ. പിന്നീട് അവർ പ്രായം കൂടുന്തോറും ഇതിന്റെ ഇത് കൂടും, ഡ്യൂറേഷൻ കൂടും. പിന്നെ അവരുടെ സ്റ്റേറ്റേ മാറും. അവർ കൈൻഡ് ഓഫ് എന്താ പറയുക വളരെ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറും. അപ്പോൾ മതപ്പാടിൽ വന്നു എന്നുള്ളതുകൊണ്ട് മാത്രം പിന്നെ മേറ്റിങ്ങിനുള്ള അവസരം കിട്ടണമെന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറയെ ഡൊമിനൻ്റ് ആയിട്ടുള്ള മെയിൽസ് ഉണ്ടാവും ആ ലാൻഡ്സ്കേപ്പിൽ തന്നെ. അപ്പോൾ ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ടുള്ള മെയിൽ ആവാൻ വേണ്ടിയിട്ട് അവർ തമ്മിൽ കോമ്പറ്റീഷൻ വളരെ കോമ്പറ്റീഷൻ ഉണ്ട്, പ്രത്യേകിച്ച് മേറ്റിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ ഫീമെയിൽ എപ്പോഴും തിരഞ്ഞെടുക്കുക ഏറ്റവും അഡൽട്ട് ആയിട്ടുള്ള ഏറ്റവും അഗ്രസീവായിട്ടുള്ള ഏറ്റവും സൈസുള്ള ഇൻഡിവിജ്വലിനെ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് അപ്പോൾ ആണാനകളെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള കിട്ടുന്ന പ്രോട്ടീൻ കിട്ടുന്ന ഭക്ഷണം കഴിക്കണം. അത് ക്രോപ്പിലേക്ക് പോകാൻ ഒരു കാരണമാണ്. അത് ക്രോപ്പിലേക്ക് പോകാൻ ഒരു കാരണമാണ്. അതിന് ഹൈ റിസ്ക് ഹൈ ഗെയിൻ ഹൈപ്പോത്തസിസ് എന്നൊക്കെ മുൻപ് പറഞ്ഞു. ഡോക്ടർ ആർ സുകുമാർ എന്ന് പറഞ്ഞിട്ട് IISc വർക്ക് ചെയ്യുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. ഗാഡ്ഗിലിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പുള്ളി ആണ് പിന്നെ മസനഗുഡിയിൽ തമിഴ്നാട് സൈഡിൽ ഏരിയയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ആദ്യം കണ്ടെത്തുന്നത് ഓക്കെ കൊമ്പനാനകളാണ് കൂടുതൽ കോൺഫ്ലിക്റ്റ് ഇടപെടുന്നത്. വളരെ അപൂർവമായിട്ട് അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമാണ് പെണ്ണാനകൾ കോൺഫ്ലിക്റ്റ് ഇടപെടുന്നത്. അതിന് ഒരു റീസൺ ഇതാണ് എന്നുള്ളതാണ്. ഒന്ന്, ഇത് സെക്ച്വലി ഡൈമോർഫിക് ആണ്. പിന്നെ പോളിഗ്യാമസ് ആണ് അവരുടെ മേറ്റിംഗ് സിസ്റ്റം. അതേ ഒബ്സർവേഷനാണ് അതുപോലത്തെ ഒരു കാര്യമാണ് വയനാട്ടിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ ഞാൻ നടത്തിയ പഠനത്തിൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യം, വയനാട്ടിൽ ആനകളുടെ എണ്ണം വേനൽക്കാലത്ത് നന്നായിട്ട് കൂടും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ കിഴക്കൻ ചെരുവിൽ ഡ്രൈ ആവും. അപ്പോൾ മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ട് എൻ്റെ പോപ്പുലേഷൻ വരില്ല, കുറേ ആനകൾ വരും. അവരുടെ ഹോം റേഞ്ചിന്റെ ഭാഗമാണ് എങ്കിൽ അവരോട് വരും. അപ്പോൾ പൊതുവെ അത് കൂടുതലാണ്. ഈ ടെറിട്ടറി മറ്റു കടുവയൊക്കെ പറയുന്നത് പോലെ ആനേന്റെ ടെറിട്ടറി ഉണ്ടോ? ആനയ്ക്ക് ടെറിട്ടറി അല്ലത്, ആനയ്ക്ക് ഹോം റേഞ്ച് എന്ന് പറയും. അതിനാണ് ഈ ഹോം റേഞ്ച് എന്ന് പറയുന്നത്. അത് ടൈഗറിനെ സംബന്ധിച്ച് വളരെ സ്പെസിഫിക് ആയിരിക്കില്ല. ആനയെ സംബന്ധിച്ച് അതല്ല, വലിയ ഏരിയ ആണ്. അതിൽ മൾട്ടിപ്പിൾ ഹേർഡ്സ് ഓവർലാപ്പ് ചെയ്യും. അതിന് പക്ഷെ അവരുടെ ടെറിട്ടറി അവരുടെ ഹോം റേഞ്ചിനെ ഡിഫെൻഡ് ചെയ്യാറുണ്ട്. ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് വളരെ കീ ആയിട്ടുള്ള റിസോഴ്സ് ഉണ്ട് എങ്കിൽ ഡിഫെൻഡ് ചെയ്യും മറ്റു കൂട്ടങ്ങളെ. അതെ. അപ്പോൾ അതിൽ തന്നെ ഇപ്പം ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ടുള്ള അങ്ങനത്തെ കോൺഫ്ലിക്ട്സ് അവർ തമ്മിലുണ്ടാവും. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഈ റിലൊക്കേഷൻ ഒക്കെ പ്രശ്നമാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഏറ്റവും ഡൊമിനൻ്റ് ആയിട്ടുള്ള മാട്രിയാർക്ക് അതിന് വളരെ സക്സസ്ഫുൾ ആയിട്ട് ആ റിസോഴ്സിന് ഉപയോഗിക്കാൻ പ്രാപ്തരായിരിക്കും. അതുകൊണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിൻ്റെ കാടുകളിൽ, വയനാടിൻ്റെ കിഴക്കുള്ള കാടുകളിലാണ് പറയുന്നത്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണക്റ്റഡ് ആണ് എന്നുള്ളതുകൊണ്ട് വേനൽക്കാലങ്ങളിൽ ആനകളുടെ എണ്ണം കൂടുന്നു പറഞ്ഞല്ലോ. പക്ഷെ അപ്പോൾ വയനാട്ടിൽ കോൺഫ്ലിക്റ്റ് വളരെ കുറവാണ്. ഏറ്റവും കുറവുള്ളത് വയനാട്ടിലെ കാടുകളിൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സമയത്താണ്. അത് ശരി. അതാണ്. അതായത് ഈ സാധ്യതകൾ കൂടുതൽ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതല്ല, ഒരിക്കലും അല്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോപ്പ് റീഡിങ്ങിൽ ആനകൾ ഇൻവോൾവ് ചെയ്യുന്നത് ക്രോപ്പിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണല്ലോ. വയനാട്ടിൽ നമുക്ക് ക്രോപ്പ് അവൈലബിൾ ആവുന്നത് ഇപ്പോൾ ആനയ്ക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം ചക്കയാണ്, പിന്നെ ഒന്ന് മാങ്ങയാണ്. ഇത് ഒരു മെയ് മാസം അവസാനത്തോടുകൂടിയാണ് പഴുത്തു തുടങ്ങുന്നത്. പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് അതിൻ്റെ പീക്ക് ചെയ്യുക. അപ്പോൾ ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആനകൾ കാടിന് പുറത്ത് വരുന്നത്. അത് ശരിക്കും കാടിനകത്ത് ഭക്ഷ്യലഭ്യതയോ വെള്ളത്തിൻ്റെ ലഭ്യതയോ ഒന്നും കുറവുള്ളൊരു സമയമല്ല. അട്രാക്ഷനിൽ വരുന്നതാണ്. തീർച്ചയായിട്ടും ആനയുടെ കോണ്ടക്സ്റ്റ് മാത്രമാണ് ഞാൻ പറയുന്നത്. അവിടെ കിട്ടാത്തത് കൊണ്ടല്ല, ഇതിനാൽ അട്രാക്ട് ചെയ്യപ്പെട്ടിട്ടാണ്. അതിൽ രുചി എന്ന് പറയുന്ന ഒരു കോണ്ടക്സ്റ്റ് ഉണ്ട്, കോമ്പോണന്റ് ഉണ്ടാവാം. സ്മെല്ലുണ്ട്, അതിന് അട്രാക്ട് ചെയ്യുന്ന റീസൺ അതാണ്. രുചി എന്നുള്ളത് അവർ അട്രാക്ട് ചെയ്യുന്ന റീസൺ ആവാം. ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രോട്ടീൻ
കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഫുഡ്. ഇപ്പോൾ വൈൽഡ് ആയിട്ടുള്ള റിലേറ്റീവിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കാട്ടിലൊരു പുല്ലും നമ്മുടെ നാട്ടിലുള്ള നെല്ലും എടുത്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലിലായിരിക്കും എപ്പോഴും മനുഷ്യൻ സെലക്ട് ചെയ്തിട്ടുള്ള സ്പീഷീസ് ആണല്ലോ. മനുഷ്യനും അത് വേണം, കൂടുതൽ ഊർജ്ജമുള്ള ഭക്ഷണം വേണം. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ കുറേ കാലമായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും മികച്ച ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആനയ്ക്കും അതറിയാം. അപ്പോൾ ആന അത് വന്നിട്ട് എടുക്കാന്നുള്ളതാണ്. അതും അവരുടെ കുറെ കാലത്തെ പ്രാക്ടീസ് കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബോധമായിരിക്കും അല്ലേ? ആണ്, തീർച്ചയായിട്ടും ആണ്. അപ്പോൾ അതുകൊണ്ട് കാട്ടിൽ ആന കൂടുന്നു, അതുകൊണ്ട് കോൺഫിഡൻറ്റ് ആവുന്നു എന്ന് പറയുന്നതിൻ്റെ കോൺടാക്ട് ശരിയല്ല. അപ്പോൾ അത് തമ്മിൽ ബന്ധമില്ല. ഞാൻ വയനാടിൻ്റെ കോൺടെസ്റ്റാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ കാട് മുഴുവൻ മുറിഞ്ഞു പോയി ചില ആനകൾ മാത്രം അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന കോൺടെസ്റ്റേ അല്ല. വയനാട്ടിൻ്റെ കിഴക്കോട്ട് കാടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല, ഇപ്പോൾ വയനാട്ടിൽ നോക്കൂ, ഇപ്പോൾ കൊമ്പനാനകളിൽ തന്നെ കുറേ ആനകളുണ്ട്. ഞാനിപ്പോൾ നടത്തുന്ന ഒരു പഠനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊമ്പനാനകളൊക്കെ ഇൻഡിവിജ്വൽ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അവരുടെ ബോഡി ഫീച്ചേഴ്സ് വെച്ചിട്ട്, അവരുടെ കൊമ്പ്, ചെവിയൊക്കെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോന്നിനെയും. എന്നിട്ട് അവരെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, വ്യത്യസ്തമായ സീസണിൽ അവർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ തിരിച്ചു വരുന്നുണ്ടോ, അവരുടെ ഫിഡലിറ്റി എങ്ങനെയാണ്, മസ്തിൽ അവർ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നോക്കാം. അതെങ്ങനെയാണ് സാധ്യമാവുക ഓരോന്നിനെയും പഠിക്കാൻ? അത് നമ്മൾ കാട്ടിൽ പോയിട്ട് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ 2017 തുടങ്ങിയിട്ടുണ്ട് ഫീൽഡ് വർക്ക്. അപ്പോൾ ഇത്രയും കാലത്തിനിടയിൽ വളരെ റാൻഡംലി നമ്മൾ എടുത്തുള്ള ഫോട്ടോസും ഒക്കെ ഉണ്ട്. അത് കൂടാതെ ഇപ്പോൾ സിസ്റ്റമാറ്റിക്കലി ഫീൽഡിൽ പോവുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സ്ഥിരം പ്രോസസ്സ് ആയിരിക്കണ്ടേ? സ്ഥിരം പ്രോസസ്സ് ആയിരിക്കണം. അപ്പോൾ അത് കുറച്ച് കൂടുതൽ എഫേർട്ട് ഇടണം. പക്ഷേ എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിൽ കുറേ കൊമ്പനാനകളുണ്ട്. പക്ഷെ അതിലെല്ലാ ആനകളും കോൺഫ്ലിക്റ്റ് ആയിട്ട് ഇടുന്നില്ല. കുറച്ച് കൊമ്പനാനകൾ മാത്രമേ ഇടുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ മണി എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നല്ലോ. ആളുകൾ ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു, ഒരു കുഴപ്പമില്ല, അതൊരു കാം ആനയായിരുന്നു. അത് നാട്ടിൻപുറത്തേക്ക് ഇറങ്ങില്ലായിരുന്നു. പക്ഷേ മറ്റു ചില ആനകളുണ്ട്. ഇപ്പോൾ WWF എന്ന് പറയുന്നൊരു സ്ഥാപനം ഉണ്ടല്ലോ, സംഘടന ഉണ്ടല്ലോ, അവർ വയനാട്ടിൽ 3 ആനകളെ കോളർ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 കൊമ്പനാനകളെ. ഒന്ന് മണിയനായിരുന്നു, മറ്റു 2 ആനകൾ. ഒരു മോഴയാന ഉണ്ടായിരുന്നു, മറ്റൊരു ആന ഉണ്ടായിരുന്നു, ഒരു കൊമ്പനാന. അപ്പോൾ അതിൽ ഇപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്ന ആളുകളോട് സംസാരിച്ച സമയത്ത് മനസ്സിലായിട്ടുള്ളത്, മണിയൻ നാട്ടിലേ ഇറങ്ങില്ല, ചെറിയൊരു ഏരിയ മാത്രം ഓക്യുപ്പൈ ചെയ്യും. അവൻ മതപ്പാടാവുന്ന സമയത്ത് വിട്ടുപോകും, ഇൻ സെർച്ച് ഓഫ് ഫീമെയിൽസ്. അങ്ങനെ പോയിട്ട് ബണ്ടിപ്പൂരൊക്കെ കറങ്ങുന്ന അല്ലെങ്കിൽ കർണാടകത്തിൻ്റെ കടകളിലേക്കൊക്കെ പോകുന്ന ആനയാണ്. മറ്റേ ആന നെല്ലിൻ്റെ സീസണിൽ എക്സ്റ്റെൻസീവായിട്ട് ക്രോപ്പ് റൈഡ് ചെയ്യുന്ന ആനയാണ്. ചക്കയ്ക്ക് വരില്ല, പക്ഷേ വരില്ല. അത് പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. അത് പേഴ്സണാലിറ്റി ഉണ്ട് അതിനകത്ത്, അവർക്കും പേഴ്സണാലിറ്റി ഉണ്ട് നമ്മളെപ്പോലെ. പക്ഷെ മോഴയാന എല്ലാം കഴിക്കും. ചക്ക, മാങ്ങ, വാഴ എന്ന് പറഞ്ഞാൽ പച്ചക്കറി എല്ലാം കഴിക്കും. അതിന് ചെറിയൊരു ട്യൂമർ ഉണ്ടായിരുന്നു വയറിൽ, അതിന് പിന്നീട് പലക്കെട്ടൊക്കെ മാറ്റിയത്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ, മനുഷ്യനെ പോലെ തന്നെ അവർക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്, അവരുടെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ചിലർ കുറേ കൂടെ ബോൾഡ് ആയിരിക്കും. ചില ആനകൾ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെ മറികടന്നിട്ട് വന്ന് കഴിക്കാൻ പറ്റും. ചില ആനകൾ ഇപ്പോൾ ആളുകൾ ഒരു തരത്തിലും ആക്രമിക്കാത്ത ആനകളുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തോൽപ്പെട്ടി റേഞ്ചിൽ ഒരു ആനയുണ്ട്. അതിന് നാട്ടുകാർ പൊട്ടൻ എന്നാണ് വിളിക്കുക. പൊട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആളുകൾ എന്ത് ചെയ്താലും മൈൻഡ് ചെയ്യില്ല. നമുക്ക് പോയിട്ട് ചെറിയ വടിയെടുത്ത് തന്നെ അടിക്കാം, എന്നാലും അതൊന്നും ചെയ്യില്ല ക്രോപ്പ് റൈഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് വരും, അതിന് വേണ്ട ഭക്ഷണം കഴിക്കും, തിരിച്ചു പോകും, അത്രേ ഉള്ളൂ. നമുക്കൊന്നും എങ്ങനെയും അതിനെ പിടിച്ചിരുത്താൻ പറ്റില്ല. അപ്പോൾ അതിനറിയാം മനുഷ്യർക്ക് അതിനെ ഒരു പരിധി കഴിഞ്ഞ് ഉപദ്രവിക്കാൻ പറ്റില്ല എന്നുള്ളതും അതിനറിയാം. ഏതോ ഒരു തരത്തിൽ അത് ബൈ ലോ എങ്ങനെയോ അതിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം അതിനുണ്ടായിട്ടുണ്ട് കുറേ കാലം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അവിടെ ജീവിക്കുകയും അവിടുത്തെ റിസോഴ്സിന് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നിയമങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകളോ ഒക്കെ ശരിക്കും ഇവരുടെ സ്വഭാവ രൂപീകരണത്തിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അവർ തന്നെ ഒരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു തരത്തിൽ. ആളുകളുടെ മൂവ്മെന്റിനെയും ജീവിതത്തിനൊക്കെ ആനകൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഒരു തരത്തിൽ, അങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ആനത്താരയുടെ, അതായത് ഈ അതിന്റെ ഒരു ഡെഫിനിഷൻ ഇല്ലേ, വഴി നിലവിലുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് അതല്ലാതെ ഡിഫൈൻ ചെയ്യാൻ ചെയ്യുകയും ബുദ്ധിമുട്ടാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാടുകളിൽ പറഞ്ഞില്ലേ ഓരോരോ കൂട്ടങ്ങൾ, ഈ ആനകൾ സഞ്ചരിക്കുന്ന വഴികൾ എന്നുള്ള രീതിയിലാണോ ഈ പറയുന്ന ഹോം റേഞ്ചിനെ മൊത്തമായിട്ടാണോ ആനത്താര എന്ന് പറയുന്നത്? അല്ല, ആനത്താര എന്ന് പറയുന്നത് നിലവിലെ കോൺസെപ്റ്റിൽ പറയുന്നത് ആനകൾ നടന്നു പോകുന്ന വഴിയാണ്, ഹോം റേഞ്ച് എന്നുള്ളതല്ല. പക്ഷെ ആനകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അത് ആ വഴി തന്നെ പോവുള്ളൂ, അങ്ങനെയുണ്ട്. അത് വളരെ സ്പെസിഫിക്കലി നമ്മൾ വരച്ച വരകൾ എന്നുള്ളതല്ല. മിക്കവാറും എല്ലാ വർഷവും ഇപ്പോൾ മുതുമലയിലൊക്കെ നടന്നിട്ടുള്ള പഠനങ്ങളിൽ മനസ്സിലായിട്ടുള്ളത് ചില സ്വാമ്പുകളിലൊക്കെ ഒരേ ഹേർഡ് എല്ലാ വർഷവും ഒരു 1-2 ആഴ്ചകളുടെ ഇടവേളകൾ അവിടെ എത്താറുണ്ട് എന്ന് പറഞ്ഞു കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മനസ്സിലാവുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ സീസണലി റിസോഴ്സ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന വിഭവങ്ങളുടെ ഇതിങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ആനകൾ അങ്ങനെ വന്നെത്തും.
എന്നാൽ മാത്രമല്ലോ അവരുടെ സർവൈവൽ. ഞാൻ ചോദിക്കണത് എന്താണെന്നറിയോ, ഇപ്പോൾ ഒരു വഴിയിലൂടെ ആനക്കൂട്ടം സഞ്ചരിക്കുന്നു. ഈ ഭക്ഷണ ലഭ്യത എന്ന് പറയുന്നത് നാടിനോട് ചേർന്നിട്ടുള്ള കാടിൻ്റെ അതിരുകളിലേക്ക് ഈ പറയുന്ന അട്രാക്റ്റീവ് സംഗതികളൊക്കെ ഉള്ളത് വേറെ സ്ഥലത്ത്, ഭക്ഷണം വേറെ. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ഇവർ സ്കാറ്റേർഡ് ആയിട്ട് പോവുകയും തിരിച്ച് ഒരുമിച്ച് കൂടുകയും ചെയ്യുക, അങ്ങനെയാണോ ഇതിൻ്റെ ഒരു പാറ്റേൺ? ഹേർഡ്സിന്റെയും ബുൾസിന്റെയും കേസിലാണോ ചോദിച്ചത്? ഹേർഡ്സിന്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ ഇത്രയും വിഭവങ്ങൾ കാടിന് പുറത്തുള്ളപ്പോഴും ഹേർഡ്സ് നാട്ടുമ്പുറത്ത് ഇറങ്ങാറില്ല. വളരെ അപൂർവമായിട്ടും മാത്രമേ ഇറങ്ങാറുള്ളൂ. അതിന്റെ കോണ്ടെക്സ്റ്റും വേറെയാ. ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ ഇപ്പോൾ കാടിനോട് ചേർന്ന് എക്സ്റ്റെൻസീവായിട്ട് കോഫി പ്ലാന്റേഷൻസ് ഉള്ള, മനുഷ്യന്റെ ഡെൻസിറ്റി വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കൂട്ടമാനകൾ പുറത്തിറങ്ങാറുള്ളൂ. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടത്തിന്റെ കൂടെയാണല്ലോ കുട്ടിയുള്ളത്. അപ്പോൾ അവരുടെ സേഫ്റ്റി അങ്ങനത്തെ കുറിച്ച് വളരെ കൺസേൺ ആണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർക്ക് ഈ ഹോം റേഞ്ചിനോട് ഫിഡലിറ്റി ഉണ്ട്. ഒരു ഹോം റേഞ്ച് വിട്ടിട്ട് പിന്നെ വേറൊരു ഹോം റേഞ്ച് അങ്ങനെ ഒന്നും നടക്കില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വേറൊരു ആന ഓൾറെഡി അല്ലെങ്കിൽ ആനകൾ ഓക്യുപ്പൈഡ് ആണ്. അപ്പോൾ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്ത ഹോം റേഞ്ച് നമ്മൾ കൺവേർട്ട് ചെയ്തെന്ന് വിചാരിക്കാം. നമ്മൾ കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ആനയുടെ ഹോം റേഞ്ചിൽ ഇപ്പോൾ അതിനെ തോട്ടമാക്കി മാറ്റി. ഒരു ഹോം റേഞ്ചിന്റെ ഒരു 10% കാടും ബാക്കി നാട്ടുമുറായി മാറ്റി കഴിഞ്ഞാൽ എയ്തർ അതിന് പുറത്ത് വന്നിട്ട് ഈ റിസോഴ്സിന് ഉപയോഗിച്ച് സർവൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഇല്ലാതായി പോവാം. ഈ 2 ഓപ്ഷനുള്ളൂ. ആ ഘട്ടങ്ങളിൽ ആനകൾ തീർച്ചയായിട്ടും പുറത്ത് വന്നിട്ട് ആളുകളോട് പ്രശ്നം ഉണ്ടാക്കും. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഒരു കോണ്ടെക്സ്റ്റ് സംഭവിക്കുക ഡിസ്പേഴ്സൽ എന്ന് പറഞ്ഞിട്ട് പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു പ്രദേശത്ത് ആനകളുടെ എണ്ണം കൂടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ ഡൊമിനൻ്റ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡൊമിനൻ്റ് ആയിട്ടുള്ള ഹേർഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അവർക്ക് പുറത്ത് പോയേ പറ്റുള്ളൂ. ഡിസ്പേഴ്സ് ചെയ്ത് മറ്റെവിടെയോ സ്ഥലത്ത് പോയിട്ട് അത് ഒക്യുപ്പൈ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്ത് പോകുന്നതെല്ലാം നാട്ടുമ്പുറങ്ങളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്പേഴ്സൽ എന്ന് പറയുന്നൊരു പ്രോസസ് നടക്കില്ല. ചില സ്ഥലങ്ങളിൽ, കാടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഡിസ്പേഴ്സ് ചെയ്തിട്ട് ഒക്യുപ്പൈ ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്ന് വയനാട്ടിൽ ഏറ്റവും അധികം മനുഷ്യനും ആനകളും തമ്മിൽ സംഘർഷം നടക്കുന്ന ഒരു സ്ഥലം ചെതല എന്ന് പറയുന്ന റേഞ്ചാണ്. അത് കുറുവാ ദ്വീപിൻ്റെ എന്നോട് ചേർന്ന് കിടക്കുന്ന ഫോറസ്റ്റിൻ്റെ ഏരിയ. അത് റിസർവ് വനമാണ് ബേസിക്കലി. പക്ഷേ വയനാട് വന്യജീവി സങ്കേതത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഞാൻ ആളുകളോട് സംസാരിച്ച് മനസ്സിലായത്, ഒരു 20 വർഷങ്ങൾക്ക് മുൻപ് ആനകൾ വളരെ വന്നു പോകാറുണ്ടായിരുന്നു. പക്ഷെ ആനകൾ വളരെ കുറവായിരുന്നു. ഇപ്പോൾ സംഭവിച്ചത് കുറേ ഹേർഡ്സ് ആയിട്ടും അല്ലാത്ത കൊമ്പന്മാരായിട്ടും ഒക്കെ വന്നിട്ട് അവിടെ സെറ്റിൽ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരമായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ സീസണിലെങ്കിലും ആ സ്ഥലത്തിന് ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള ഇടങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് നേരിടുന്ന ഒരു സ്ഥലം. അവിടെ നിന്നാണ് പലപ്പോഴും ഈ പനമരം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ വയനാട് ജില്ലയുടെ സെൻട്രൽ ഏരിയയിലേക്ക് ആനകൾ ഡിസ്പേഴ്സ് ചെയ്ത് പോയിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രശ്നങ്ങൾ ഒന്ന് അതാണ്. ഈ ആനേൻ്റെ ലൈഫ് സ്പാൻ എങ്ങനെയാണ്? അപ്പോൾ അതെത്ര ലൈഫ് സ്പാൻ? അത് ഇപ്പോൾ ക്യാപ്റ്റിവിറ്റിയിൽ കൂടുതലാണ്. വയലിലാണെങ്കിൽ 60 വയസ്സ് വരെയൊക്കെ മനുഷ്യർ തന്നെയാണ്. 60-65 വയസ്സ് വരെയൊക്കെയാണ് ആനകൾ ജീവിക്കാമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വയലിൽ പക്ഷെ പോയി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ആണല്ലോ. അപ്പോൾ ക്യാപ്റ്റീവിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അറിവുകൾ വെച്ചിട്ടാണ് അതൊക്കെ പല കാര്യങ്ങളും പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നെന്താ വെച്ചാൽ വയനാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം, ആഫ്രിക്കയിൽ ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് ആനകളെ പഠിക്കാൻ തുടങ്ങുന്നത് 1960കളുടെ തുടക്കത്തിലാണ്. ഡഗ്ലസ് ഹാമിൽട്ടൺ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഒരു മന്യാര എന്ന് പറഞ്ഞിട്ട് നാഷണൽ പാർക്കിൽ പോയിട്ട് ആണ് ആദ്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ആനകളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നെ ആംബസലി നാഷണൽ പാർക്ക്, അത് കുറേ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ശരിക്കും ഇന്ത്യയിലൊക്കെ സ്റ്റഡീസ് വരുന്നത്. അപ്പോൾ അവിടെ തന്നെ പിന്നെ ആംബസലിയിൽ സിന്ധ്യ മോസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രകാരി അവരുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്നിട്ട് ദീർഘകാലമാണ് ആനകളെ പഠിക്കണത്. ഒരേ പോപ്പുലേഷനെ ഇപ്പോൾ റീസെൻ്റ്ലി അവരൊരു ദ ആംബസലി എലിഫൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 45 കൊല്ലം ഒരു പോപ്പുലേഷനെ പഠിച്ചിട്ടാണ് അവർ ആ പുസ്തകം എഴുതുന്നത്. നമുക്ക് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി അതല്ല. നമ്മുടെ രാജ്യത്ത് അത്രയും വലിയ പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത് ഒട്ടനവധി ആളുകൾ പട്ടിണി കിടക്കുന്ന ഒരു രാജ്യത്ത് സാധ്യമാവുമെന്ന് അറിയില്ല. പക്ഷെ അത്തരത്തിലുള്ള പഠനങ്ങൾ വേണം. ഇപ്പം സംഭവിക്കുന്നത് എൻ്റെ മനസ്സിലാക്കലിൽ വെച്ചിട്ട് പറയാണ്, നമുക്ക് ആനകളെ കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആർക്കും അറിയില്ല. അതായത് പലപ്പോഴും നമ്മൾ പറയാം ഈ പറഞ്ഞ പോലെ ചെറിയ കാലത്ത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്, ആനയെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആനയുടെ ഭാഷ, ആനയുടെ ഭാഷ എന്താണെന്ന്, എങ്ങനെയാണ് ആന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ അടുത്താണ് മനുഷ്യന് മനസ്സിലായിട്ടുള്ളത്. ആന ലോ ഫ്രീക്വൻസി സൗണ്ട്സ് ഉപയോഗിച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതെ, വളരെ ലോ ഫ്രീക്വൻസി സൗണ്ട്സ്, അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ മനുഷ്യൻ എപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കുക മനുഷ്യൻ്റെ പെർസെപ്ഷനിൽ നിന്നിട്ടാണ്, ആനയുടെ പെർസെപ്ഷനിൽ നിന്നിട്ടല്ലല്ലോ ആനയെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോരായ്മകളുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസിന് നമുക്കില്ല. അപ്പോൾ ആന ആസ് എ സ്പീഷീസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് വളരെ കുറച്ചാണ്. അപ്പോൾ അതിനകത്തൊരു പോരായ്മയുണ്ട്. എന്നാൽ മനസ്സിലാക്കിയുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം.
കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ ഇപ്പൊ കാട്ടിൽ ജീവിക്കുന്ന ആദിവാസി സമൂഹത്തിന്റെ ആനയെക്കുറിച്ചുള്ള അറിവ് അത് എത്രത്തോളം ഉണ്ട്? അവര് ഒരു പറഞ്ഞ പോലെ ഒരുമിച്ച് ഉള്ള ഒരു സഹവാസമുള്ള കക്ഷികളാണല്ലോ. അവരുടെ അറിവ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ അറിവ് വർത്താണോ, സയന്റിഫിക് ആണോ? തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായുള്ള കാര്യം, നമ്മൾ ഒരിക്കലും കേൾക്കാൻ ശ്രമിക്കാത്തത് അവരുടെ വോയിസാണ്. അവരാണ് ശരിക്കും ഇപ്പോൾ എൻ്റെ കൂടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. അതുകൂടാതെ കാട്ടിനോട് ചേർന്നുള്ള ഗ്രാമങ്ങളിലെല്ലാം മിക്കവാറും ഗ്രാമങ്ങളിലൊക്കെ പോവുകയും അവരോട് ഇൻട്രാക്ട് ചെയ്യുകയൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായുള്ള കാര്യം, ഇപ്പോൾ വനം വകുപ്പാണല്ലോ ഇതിനെ മാനേജ് ചെയ്യുന്നത്. ഞാൻ വനം വകുപ്പിന് എതിരായിട്ട് പറയല്ല, പക്ഷെ വനം വകുപ്പാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ കൺസർവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇവരാരും ഇല്ല. ബാക്കിയുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒന്നുമില്ല. പക്ഷെ അവർക്ക് കുറേ കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ആനയോട് ചേർന്ന് ജീവിക്കാൻ അറിയാം, അതിനെ ഇഷ്ടപ്പെടാനും അറിയാം. അത് വലിയ കാര്യമാണ്. അവരുടെ അത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ചില സമയത്ത് ആളുകളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ അവർ പറയും, എൻ്റെ എല്ലാം പോയി, പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ആനയെ വലിയ ഇഷ്ടമാണ്, എൻ്റെ അടുത്ത് എല്ലാം പോയി. ചില ആളുകൾ പറയും അതിനെ കൊന്നുകളയണമെന്ന്. ഇതൊരു കൾച്ചറൽ ഡിഫറൻസാണ്. ഇതൊരു ഈ സ്കാൻഡിനേവിയൻ ഐഡിയ എന്നൊക്കെ ചിലർ പറയാറുണ്ടല്ലോ. ഈ കൊന്നുകളയണം എന്ന് പറയുന്ന ഒരു സ്കാൻഡിനേവിയൻ ഐഡിയ, പക്ഷെ മറ്റത് ഇന്ത്യൻ ഐഡിയ. അപ്പോൾ അതിൽ ഏത് നമ്മൾ എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ചോയ്സ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കോ എക്സിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ പറയാറുള്ള ഒരു കാര്യമുണ്ടല്ലോ, അത് നമ്മൾ തീർച്ചയായിട്ടും അവരിൽ നിന്ന് പഠിക്കേണ്ടതുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പഠിക്കേണ്ടതുണ്ട്. അതിൽ പിന്നെ അവരും പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാവരും ആനയോട് ചേർന്ന് ജീവിക്കാം എന്ന് പറയുന്ന ആളുകളാണെന്നൊന്നും പറയുന്ന ആളുകളല്ല. പക്ഷേ എങ്കിലും കുറേ ആളുകൾ ആനയും നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ എന്താ പറയുക, ഇവിടെ ജീവിക്കേണ്ട സ്പീഷീസ് ആണെന്നും, ആനയല്ലാതെ മനുഷ്യന് മാത്രം, മനുഷ്യന് ഏതോ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെല്ലാം കൊന്നു തീർത്തിട്ട് മനുഷ്യന് മാത്രം ജീവിക്കാം എന്ന് പറയുന്ന ആളുകളല്ല. അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. അവരുടെ അറിവ് വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പോൾ കാട്ടിൽ നടക്കുന്ന സമയത്ത്, ഇപ്പോൾ എൻ്റെ കൂടെ വരുന്ന ആളുകൾ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. വേനൽക്കാലത്ത് സർവേ ചെയ്യുന്ന സമയത്ത്, ആനകളെ സർവേ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ എൻ്റെ കൂടെ ചന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആളുണ്ട്, രാജൻ എന്ന് പറഞ്ഞൊരു ഏട്ടനുണ്ട്, അതുപോലെ സുരേഷ് ഏട്ടൻ. ഇവരൊക്കെ ഭയങ്കര കാടിന് ഇഷ്ടമുള്ള ആളുകളാണ്. ഇപ്പോൾ ചന്ദ്രനാണ്. ചന്ദ്രൻ തെൻകുറുമ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളാണ്. പുള്ളി പണിയില്ലാത്ത സമയത്തൊക്കെ കാട്ടിലാണ്. എന്തിനാ ചന്ദ്രൻ കാട്ടിൽ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെയാണ് അനുപേട്ട പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രന് കാട്ടിൽ ഇരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് വേനൽക്കാലത്ത് ആന ചവിട്ടിക്കഴിഞ്ഞാൽ പാട് കാണില്ല. വഴികളിലൊന്ന് പ്രത്യേകിച്ച് ഒറ്റയ്ക്കാണ് ആന പോയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ കൊമ്പൻ ആനയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നോട് ചന്ദ്രൻ പറയും, അനുപേട്ട ഇതിലൂടെ ആന പോയിട്ടുണ്ട്, ഇതിപ്പോൾ അങ്ങനെ കടന്നു പോയിട്ടുള്ളൂ പറയും. അപ്പം ഞാൻ എങ്ങനെ നോക്കിയാലും അത് മനസ്സിലാവില്ല. എങ്ങനെയാണ് ചന്ദ്രൻ മനസ്സിലായത്, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ പറയും. ചന്ദ്രൻ ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ വെച്ചിട്ട് പറയും, പക്ഷേ നമുക്കത് മനസ്സിലാവില്ല. എന്നിട്ട് പറയും, എന്നാൽ പിന്നെ ഓക്കെ അതിന് ഫോളോ ചെയ്യാം. എന്നിട്ട് പോയിട്ട് എന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ആനകളെ ഫോട്ടോ എടുക്കാന്നുള്ള പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മളവിടെ കൊണ്ടവിടെ എത്തിച്ചേരും. ശരി. അപ്പോൾ പാട് കാണാൻ പറ്റാത്ത നല്ല വേനൽക്കാലത്ത് കാടും ഈ കാടിനുള്ളിലുള്ള റോഡ് ഉണങ്ങി കിടക്കുന്ന സമയത്ത് ആന ചവിട്ടി കഴിഞ്ഞാൽ ഈ പൊടിയുള്ള സ്ഥലത്ത് നമുക്ക് ഈ പാഡ് മാർക്ക് കാണാം, ആന ചവിട്ടിയിട്ടുള്ള ഇതിൻ്റെ ഫുട് മാർക്ക് കാണാം. അത് കഴിഞ്ഞ് കുറച്ചൊരു പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത് ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല. പ്രത്യേകിച്ച് ഒരാനയാണ് ജസ്റ്റ് ഇങ്ങനെ കടന്നു പോയിട്ടുള്ളെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ചപ്പൊക്കെ വലിച്ചൊടിച്ചിട്ടണം. അപ്പോൾ അവർ അത്ര സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണമുള്ള ആളുകളാണ്. പക്ഷെ അതിന് ലോകത്തിന് വേണ്ട, ആ അറിവുകളെ വേണ്ട ലോകത്തിന്. ഇപ്പം ഒരാളുടെ തേനെടുക്കാൻ ഉള്ള അറിവിനെ, ഏത് കാട്ടുകിഴങ്ങ് കഴിക്കാം എന്നുള്ള അറിവിനെ ആരംഗീകരിക്കും? നമ്മുടെ സമൂഹത്തിന് അത് വേണ്ട. അതായത് ഇപ്പൊ ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടായ സമയത്ത് ജനജാഗ്രതാ സമിതികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഒരു പഞ്ചായത്ത്. അതിൻ്റെ അകത്ത് ഇവരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടോ? ആദിവാസി ഗോത്ര സമൂഹത്തിന്റെ പാർട്ടിസിപ്പേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതിനകത്ത് എത്തരത്തിലുള്ള ഡിസ്കഷനാണ് നടന്നത്, എത്തരത്തിലുള്ള ഗ്രൂപ്പുകളാണ് രൂപപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല. ഇല്ലാതിരിക്കാനാണ് സാധ്യത. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ആദിവാസികളുടെ കോണ്ടെക്സ്റ്റ് പറഞ്ഞുകൊണ്ടാണ്, ഇപ്പോൾ വയനാട്ടിൽ ആളുകൾ മരണപ്പെടുന്ന സമയത്ത് വലിയ സമരങ്ങളുണ്ടായിരുന്നല്ലോ. മാനന്തവാടിയിൽ, അതിനുശേഷം പുൽപ്പള്ളിയിൽ വലിയ സമരങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നല്ലതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ജനാധിപത്യപരമായിട്ടുള്ള ആളുകൾ ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടാവണം സൊസൈറ്റിയിൽ, തീർച്ചയായിട്ടും ഉണ്ടാവണം. പക്ഷേ ഏറ്റവും ശക്തരായിട്ടുള്ള ആളുകൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുക, ഒപ്പം സ്റ്റേറ്റിനെ സ്വാധീനിക്കുക, മരിച്ചതിന് കോമ്പൻസേഷൻ നേടുക തുടങ്ങിയുള്ള കാര്യങ്ങൾ. അതിന് തൊട്ട് 2 ആഴ്ച മുൻപ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ചന്ദ്രൻ്റെയും സുരേഷേട്ടൻ്റെയും വീടിനടുത്ത് ചെറിയ സോമൻ എന്ന് പറഞ്ഞിട്ടൊരു ആദിവാസി വിവാദപ്പെട്ടുള്ളൊരു ചേട്ടൻ മരിച്ചിട്ടുണ്ടായിരുന്നു. പത്രത്തിൽ പോലും വന്നിട്ടില്ല. അതിനും തൊട്ട് മുൻപ് ഈ കഴിഞ്ഞ ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന തൊട്ട് മുൻപ് തന്നെ തൊൽപ്പെട്ടിയിൽ നെടുന്തണ എന്ന് പറയുന്ന കോളനിയിൽ ഒരു ചേട്ടൻ ആന ചവിട്ടിയിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. ആദിവാസി വിവാദപ്പെട്ടുള്ള ആളാണ്. അതും എവിടെയോ ചെറിയൊരു കോളം വാർത്തയായിട്ട് മാത്രമേ വന്നുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ശക്തരായിട്ടുള്ള ആളുണ്ടല്ലോ സൊസൈറ്റിയിലുള്ള,
അവർക്ക് ഇതെല്ലാം ബാർഗെയിൻ പവറുള്ള ആളുകൾ ആദിവാസിയിലേക്ക് വരുന്ന സമയത്ത് അത് ചെറിയൊരു കോളം വാർത്ത മാത്രമായിട്ട് ഒതുങ്ങുകയും അവർക്ക് ചിലപ്പോൾ കോമ്പൻസേഷൻ കിട്ടിയില്ലെങ്കില്ല. ആന ആരും പറയാനല്ലാത്ത ആളാ, അപ്പോൾ പറയും അതിന് വെടിവെച്ച് കൊന്നളഞ്ഞേക്കെന്ന് പറയും. അപ്പോൾ അത് ശരിയല്ല. എനിക്ക് മാത്രം ഞാൻ വര നീതി, അതിനപ്പുറത്തേക്ക് നീതി വേണ്ടാന്ന് പറയുന്നൊരു ആശയമുണ്ടല്ലോ, അത് ശരിയല്ല. ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കേണ്ടതുണ്ട്. ഞാൻ അതിലേക്കാണ് വരാൻ വന്നത്. ഇപ്പോൾ വയനാട്ടിൽ അതിനു മുമ്പ് നമുക്കിതൊന്ന് സമ്മപ്പ് ചെയ്യാം. എന്ന് വെച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഈ കോൺഫ്ലിക്റ്റിലേക്ക്, നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ തീർച്ചയായിട്ടും ഇപ്പോൾ കോൺഫ്ലിക്റ്റ് നടക്കുന്നതിന് കാടിനകത്തുള്ള കാരണങ്ങൾ ഞാൻ പറയാം. എന്തൊക്കെയാണ് കാടിനകത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് പറയാം. ഒന്ന്, വയനാട്ടിൻ്റെ കാടുകളിൽ ദീർഘകാലമായിട്ട് വയനാടിൻ്റെ കാട് വളരെ മോശം ആയിക്കൊണ്ടിരിക്കുക. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അധിനിവേശ സസ്യങ്ങളുടെ വ്യാപന. അത് ഇപ്പോൾ സെന്ന എന്ന് പറയുന്ന സ്പീഷീസ് കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ മുമ്പ് ഞങ്ങളൊരു ഡോക്യുമെന്ററി ചെയ്തിരുന്നു. അപ്പോൾ സെന്ന 1980കളുടെ തുടക്കത്തിൽ വയനാട്ടിലെ കാടുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്പീഷീസാണ്. അന്ന് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിരുന്ന സമയത്ത് അത് ഒരു 33-34% സ്ഥലത്തായിരുന്നു സ്പ്രെഡ് ചെയ്തെങ്കിൽ ഇപ്പോൾ അത് ഏകദേശം 50% സ്ഥലത്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ വളരെ സ്പീഡിൽ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെന്ന എന്ന് പറയുന്ന സ്പീഷീസ്. അപ്പോൾ കാടിനകത്ത് വിഭവങ്ങൾ ഇല്ലാതാവുന്നുണ്ട്, ഫൊറേജ് ഇല്ലാതാവുന്നുണ്ട്. കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആദിവാസികൾ വിഭാഗത്തിൽപ്പെട്ട ആൾക്ക് ഫുഡ് ഇല്ലാതാവുന്നുണ്ട്. മീൻസ് കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇല്ലാതാവുന്നുണ്ട്, NTFP ഇല്ലാതാവുന്നുണ്ട്, നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഇല്ലാതാവുന്നുണ്ട്. ഒന്നത്. രണ്ട്, വേറൊരു അധിനിവേശ സസ്യമാണ് പിന്നെ അരിപ്പൂ എന്നൊക്കെ പറയുന്ന കൊങ്ങിണി എന്ന് പറയുന്ന സസ്യം. അതും വല്ലാത്ത രീതിയിൽ വ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിൻ്റെ കാടുകളിൽ. അത് പൊതുവെ നമ്മൾ അതിന് ക്യാരിങ് കപ്പാസിറ്റി എന്ന് വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ എങ്കിലും ക്യാരിങ് കപ്പാസിറ്റി വല്ലാത്ത രീതിയിൽ കാടിൻ്റെ ക്യാരിങ് കപ്പാസിറ്റിനെ കുറച്ചിട്ടുണ്ട്. ഫൊറേജ് വല്ലാത്ത രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് വന്യജീവികളെ സംബന്ധിച്ച്. പിന്നെ ഹൈഡ്രോളജിയെ ബാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല എങ്ങനെയാണ് അത് അത്തരത്തിൽ ബാധിക്കുന്നത് എന്നുള്ളത്. രണ്ടാമതൊന്ന് ഫയറാണ്. വയനാടിൻ്റെ കാടുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ യുണീക്കായിട്ടുള്ള ബാക്കി നിൽക്കുന്ന ഈ ലാർജ് ലാൻഡ്സ്കേപ്പിൽ ബാക്കി നിൽക്കുന്ന കാടിൻ്റെ തുരുത്താണത്. അത് അവിടെ ഉണ്ടാവുന്ന കാട്ടുതീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത രീതിയിൽ എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ കാട്ടുതീ ഉണ്ടാകുന്ന സ്ഥലങ്ങളൊന്നും വയനാട് ജില്ലയാണ്. അത് പിന്നെ ഇലപൊഴിയുന്ന കാടുകൾ മാത്രമല്ല, അത് പുൽമേടുകൾ കത്തുന്നുണ്ട്, അതല്ലാത്ത നിത്യഹരിത വനങ്ങൾ വരെ കത്താറുണ്ട്, ഷോലക്കാടുകൾ വരെ കത്തിപ്പോകാറുണ്ട്. അത് കാടിന് വല്ലാത്ത രീതിയിൽ ഡിഗ്രേഡ് ചെയ്യും. ഇപ്പോൾ സ്വാഭാവികമായിട്ടുള്ള വനം ഇല്ലാതാവുന്ന സമയത്ത് അവിടെ ഇൻവേസീവ് സ്പീഷീസ് കയറി വരും. കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻവേസീവ് സ്പീഷീസാണ് കയറി വരുന്നത്, അല്ലെങ്കിൽ സെന്ന കയറി വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2014 മാർച്ചിൽ തിരുനെല്ലി പോകുന്ന വഴിയിൽ വലിയൊരു കാട്ടുതീ ഉണ്ടായി. കേരളം മുഴുവൻ ചർച്ച ചെയ്തല്ലോ, കുറേ ഫയർ വെഹിക്കിൾസ് ഒക്കെ വന്നിട്ട് അണയ്ക്കാനൊക്കെ ശ്രമിച്ചു. അന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളും മാനന്തവാടിയിൽ നിന്ന് പിന്നെ വണ്ടി വിളിച്ചുകൊണ്ട് പോയിട്ട് അത് കാണുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ടൂറിസം. അപ്പോൾ ടൂറിസ്റ്റിലേക്കും വരാം. അപ്പോൾ അതല്ലാതെ ഒരു പൊതുബോധം ഉണ്ടായി വരുന്നില്ല. ഈ കാട് വളരെ പ്രധാനപ്പെട്ടാണെന്നും അവിടെ പോകുന്ന സമയത്ത് വനം വകുപ്പിലെ ജീവനക്കാർ വളരെ ബുദ്ധിമുട്ടിയിട്ട് തീ കെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് അവരുടെ കൂടെ ചേർന്ന് നിന്നിട്ട് തീ കെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു ബോധമുണ്ടല്ലോ, ആളുകളുടെ ബോധമുണ്ടല്ലോ, അതല്ല സംഭവിക്കുന്നത്. അത് ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ യുവാക്കൾ അത്തരത്തിൽ ഈ ഒരു 80s 90s ഈ പറഞ്ഞ പാരിസ്ഥിതിക, ഇപ്പോൾ സതീഷ് ചന്ദ്രൻ എന്നൊക്കെ പറയുന്ന ആളുകൾ, ഐക്കൺസ് ഉണ്ടായിരുന്നു. അവർ ഉണ്ടാക്കിയൊരു പാരിസ്ഥിതിക ബോധവുമുണ്ട്. നമ്മുടെ ഒരു തലമുറയിൽ ആ സംഗതി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഈ അടുത്ത കാലത്ത് അത് കാൽപ്പനികമാണെന്നും, അത് വെറും കാൽപ്പനികതയാണെന്നും, അത് കവിതയാണെന്നും ഒക്കെയുള്ള വിമർശനങ്ങളാണ് വരുന്നത്. അതിൻ്റെ ഒരു സയൻസിനെ ഈ പറയുന്ന എവിടെയോ ആരൊക്കെയോ എഴുതുന്ന കവിതകൾ വെച്ചിട്ട് അത്തരം കാൽപ്പനിക പരിസ്ഥിതി ബോധമാണ് ഇവിടുത്തെ കൃഷിയെയും ഇവിടുത്തെ മനുഷ്യരെയും നശിപ്പിച്ചത് എന്നുള്ള ഒരു കൃത്രിമമായ പൊതുബോധം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായിട്ട് നടത്തുന്നുണ്ട്. വർഷങ്ങളോളം എടുത്തിട്ട് പാരിസ്ഥിതിക അവബോധം പലതരത്തിൽ ലിറ്ററേച്ചറിൽ കൂടെയും രാഷ്ട്രീയമായും ഒക്കെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ ഒരു ചരിത്രം നോക്കി കഴിഞ്ഞാൽ അതും രാഷ്ട്രീയ നേതൃത്വത്തിനും ആ അവബോധം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പരിസ്ഥിതി ഒരു വലിയ വിഷയമായിട്ട് പരിഗണിച്ചിരുന്നു. പക്ഷേ ഈ റീസെൻ്റ് ആയിട്ട് ഇതിനെ മുഴുവൻ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്. ഇതാണ് അതിനകത്തൊരു നിങ്ങൾ ഈ പറഞ്ഞ അവബോധം ഇല്ലാതായി പോകുന്നതിൻ്റെ ഒരു കാരണം. ഇല്ലാത്ത ഒരു കാൽപ്പനികതയെ അവിടെ പ്രതിഷ്ഠിച്ച് ആ കാൽപ്പനികത കൊണ്ടാണ് മനുഷ്യർക്ക് ഈ ഹ്യൂമൻ ആനിമൽ ഇൻട്രാക്ഷന് പോലും കാരണം ഇത്തരം കാൽപ്പനികമായ നമ്മുടെ ബോധമാണ് എന്ന് തെറ്റായി പ്രചരിപ്പിക്കാനുള്ളൊരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതൊട്ടും ശാസ്ത്രീയമല്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ നിരീക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്പോൾ വയനാടിൻ്റെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഇതിൽപ്പെട്ടിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ഒരു എക്സാമ്പിൾ പറയാം. വയനാട്ടിൽ ബാക്കി നിൽക്കുന്ന കാട് നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ കൃഷി നിൽക്കൂ എന്ന്
പറയുന്ന ആളുകളാണ് ഇവർ. ഇപ്പോൾ വയനാടിൻ്റെ കിഴക്കൻ ചെരുവിലെ കാടുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ആ കാടുകൾ വരണ്ട് പോകുന്നതിന് ശേഷം സംഭവിക്കാൻ പോകുന്നത് കിഴക്കുള്ള ഇപ്പോൾ മൈസൂർ പീഠഭൂമിയുടെ വരണ്ട കാലാവസ്ഥ വയനാട്ടിലേക്ക് കടന്നു വരും എന്ന് പറയുന്നത് ഇവരാണ്, ഈ പറയുന്ന ആളുകളാണ്. അത് തന്നെയാണ് വയനാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വായനയിൽ മനസ്സിലാക്കിയുള്ളത് ആ ക്ലാസ്സിൽ പെട്ടിട്ടുള്ള അവർ അതാണ് സയൻസ്, യഥാർത്ഥത്തിലുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് അതാണ് സംഭവിക്കുന്നതും. ഇപ്പോൾ വയനാട്ടിലെ അവർ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് വയനാട്ടിലെ കൃഷി എന്ന് പറയുന്നത് അവിടുത്തെ കാടിൻ്റെ ബഫറിങ് എഫക്റ്റിൽ നിന്നുള്ളതാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് അവിടുത്തെ കൊടിയാണ്, കുരുമുളക് വല്ലാത്ത രീതിയിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ വരൾച്ചയാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയം ശ്രദ്ധിച്ചൊരു കാര്യം, വയനാട്ടിൽ കോഴിക്കോടിനേക്കാൾ ചൂട് കൂടുതലാണ്. അപ്പോൾ അടുത്തത് ഒരു ഘട്ടത്തിൽ പിന്നീട് കവുങ്ങുകൾ പോയി, ചതുപ്പ് നിലങ്ങളിലെ കവുങ്ങുകൾ മുഴുവൻ ഇല്ലാതായി പോയിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത് കോഫിയാണ്, അതും പോവും അടുത്ത ഘട്ടത്തിൽ. ഇങ്ങനെയാണ് കാലാവസ്ഥ പോകുന്നതെങ്കിൽ അതും പോവും. അപ്പോൾ ശരിക്കും നാട് കേൾക്കേണ്ട ശാസ്ത്രകാരന്മാർ എന്ന് പറയുന്നത് ഗാഡ്ഗിലാണോ അല്ലെങ്കിൽ സതീഷ് ചന്ദ്രൻ സാറാണോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ അവർ ചിലപ്പോൾ ആളുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ മുൻപിൽ പോയി നിന്നിട്ട് പറയുന്ന ആളായിരിക്കണം എന്നില്ല. അവരെ സ്റ്റേറ്റ് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. സ്റ്റേറ്റിന് വേണ്ട കാര്യങ്ങൾ പറയുന്ന ശാസ്ത്രജ്ഞനെ മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ, അതല്ലാത്ത ആളുകളെ വേണ്ടതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, സ്റ്റേറ്റ് ആണെങ്കിലും യുവാക്കളാണെങ്കിലും ആരാണെങ്കിലും തിരിച്ചറിയേണ്ട ഒരു കാര്യം, ആരാണ് സത്യം പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി, തീർച്ചയായിട്ടും സയൻസും ശാസ്ത്രം വെച്ചുള്ള സത്യം പറയുന്നത് മനസ്സിലാക്കിയിട്ട് അവരെ കേൾക്കണം. അവർ പറയുന്നത് എന്താണ് എന്നുള്ളത് വാലിഡ് ആണ് എങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ മുൻപോട്ട് പോകാൻ പറ്റുമോ നമുക്ക്, ഇല്ലെങ്കിൽ നിന്ന് പോകും. അല്ലാതെ ദീർഘകാലം മുൻപോട്ട് പോകാം, പ്രത്യേകിച്ച് കേരളം പോലത്തെ സ്ഥലത്ത്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിലാണെങ്കിലും മുൻപൊഴുകിയിരുന്ന പല നീർച്ചാലുകളും ഒഴുകുന്നില്ല. ഇതൊക്കെ അവർ മുൻപേ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ 1970 നടത്തിയിട്ടുള്ള എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ വയനാടിൻ്റെ കോണ്ടക്സ്റ്റ് മാത്രമേ പറയാം. അതുകൂടാതെ അവർ പറയുന്ന മറ്റൊരു കാര്യം നോക്കൂ, പശ്ചിമഘട്ടത്തിൽ മുഴുവൻ ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവുന്നു, നമ്മൾ ട്രോപ്പിക്കൽ ഡെസർട്ടിഫിക്കേഷനിലേക്കാണ് ഹെഡ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ എന്ന് മുന്നറിയിപ്പ് തരുന്നുണ്ട്. അതിന് നമുക്ക് അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോയിട്ട് ഓക്കെ, കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവർ പറയുന്നു കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ജീവികൾ നമ്മുടെ എന്തോ പറയുന്നുണ്ട് എന്നുള്ളതാ. മറ്റൊരു ശാസ്ത്രജ്ഞൻ പറയാണ് ഇല്ല, കാട്ടിലിറങ്ങുന്നതിനൊക്കെ വെടിവെച്ച് വന്നോളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഏതെടുക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഞാൻ വിചാരിക്കുന്നു കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ജീവികൾ നമ്മളോട് എന്തോ പറയുന്നുണ്ട്, അത് മനുഷ്യരും കേൾക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും വ്യത്യസ്തരല്ല, നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്, ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ അന്ന് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ ദീർഘകാലം എല്ലാവർക്കും മുൻപോട്ട് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.